ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കരഞ്ഞു കരേ തളർന്നു ഞാൻ ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞുണർത്തിയ കരിങ്കടലേ കരിങ്കടലേ കനിവാർന്നു നീ തന്ന കനകത്താമ്പോളത്തിൽ കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. ആൽബിക്ക് പൊതുമാപ്പ് ലഭിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഫാദറിനുള്ളതാണ്. എനിക്കോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? എല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് നിശ്ചയിക്കുന്നു. ആൽബിയോട് വിവരം പറഞ്ഞില്ലേ? ഞാൻ മനഃപൂർവ്വം ഒന്ന് താമസിപ്പിച്ചു ഫാദർ. വേറൊന്നും കൊണ്ടല്ല, ഈ സന്തോഷ വർത്തമാനം ഫാദറിന്റെ സാന്നിധ്യത്തിലാകണമെന്ന് കരുതി. ഫാദർ എത്ര നിഷേധിച്ചാലും ശരി, എല്ലാറ്റിനും കാരണം ഫാദർ ഇവിടെ വന്ന് നൽകിയ ദിവ്യ ശുശ്രൂഷകളാണ് ആൽബിയിൽ മാനസാന്തരം ഉണ്ടാക്കിയത്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആൽബി, തനിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഈ ജനുവരി 26-ന് തനിക്ക് ഇവിടം വിടാം. സർക്കാർ നിനക്ക് പൊതുമാപ്പ് നൽകിയിരിക്കുന്നു. ഒറ്റമശ്ശേരി കിടപ്പുറം. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഓർമ്മകളുടെ തുടക്കം ഇവിടെ നിന്നാണ്. ജോണിച്ച് ഞാൻ പോവാ. ചാപ്പിക്കണം. ഞാൻ വല്ലാണ്ടായി. കോളുമല്ലോ ഒത്തോ? ഇതെന്തൊരു ചോദ്യമാ? ഈ മത്തായി കടലിൽ പോയാ പിന്നെ കടലമ്മ കനിയാതിരിക്കോ? ഇതെന്റെ പറ്റിൽ എഴുതി വെച്ചോ കേട്ടോ. ശരി മോനെ, നീ ഇത് വീട്ടിൽ കൊണ്ടുകൊടുക്ക്. അപ്പം പറയോ വന്നേക്കാം. അമ്മച്ചിയോടെ നല്ല മുളകൊക്കെ ഇട്ട് പറ്റിച്ചു വെക്കാൻ പറ. നീ പോയിക്കോ. തങ്കച്ചാൻ 2 കുപ്പിങ്ങട്. സാഹിബും മദാമി മോട്ടറുമൊക്കെ കയറിയപ്പോ സാറാ നിലവിളിച്ചേ. എന്നാ നിലവിളിച്ചേ? പിള്ളേര് 4 ഇപ്പോഴും ഒറ്റയെന്ന വിചാരം. കിട്ടണ മുഴുവൻ ഷാപ്പിൽ കൊണ്ട് കൊടുക്കാം. ഇനിയും മിച്ചം വയ്ക്കണം എന്നുള്ള വിചാരം ഇല്ലാണ്ട്. എടി റോസേ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? നമുക്ക് സമ്പാദ്യമില്ലെന്ന് ആരാ പറഞ്ഞേ?
ഈ 4 മക്കളായ എന്റെ നിന്റെ സമ്പാദ്യം അതിലും വലുതാണോ ഈ കാശിന്റെ സമ്പാദ്യം? പിള്ളേർക്ക് നിരീക്കാനുള്ള പ്രായമായി എന്നൊരു തോന്നല് വേണം. അപ്പനും അമ്മയും വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാന്ന് നാളെ അവര് ചോദിക്കും. നിന്റെ പറച്ചില് കേട്ട എന്റെയും നിന്റെയൊക്കെ അപ്പന്മാര് വല്ലതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു തോന്നും. നിന്നെ കെട്ടാൻ കുറിച്ച് നടന്നവന്മാരെ പൊന്നും പണവും ചോദിച്ചു നിന്റെ അപ്പനോട്. എന്നിട്ടും എങ്ങാണ്ടൊന്നോ ഈ ഒറ്റമശ്ശേരി കടപ്പുറത്ത് വന്ന ഞാൻ നിന്നെയും പിടിച്ചിറക്കിക്കൊണ്ട് പോന്നപ്പോ നിന്റെ അപ്പനോട് പണ്ടവും പണവും കേട്ടിട്ടില്ല. എന്നിട്ട് ഇതുവരെ വല്ലതിനും മുട്ടിച്ചോ? ഇനി മുട്ടിക്കുകയല്ല മരിക്കും വരെ. മതി മതി, കെട്ടിയ മുതലുള്ള ഒരു പുരാണം പറച്ചില്. നിനക്ക് മതി, എനിക്ക് മതി. അപ്പച്ചനോട് സ്നേഹമുള്ള മക്കളും അതിൽ പെരുത്ത് സ്നേഹമുള്ളവൻ ആരെന്നറിയാൻ അപ്പച്ചന്റെ വായിൽ ഇച്ചിരി മീൻ പിച്ചു വെച്ച് തരുന്നത് ആരാ? ആൽബിയാ അപ്പച്ചന് പറഞ്ഞവൻ. ചുമ്മാതാ മക്കളെ, തലയ്ക്ക് പിടിച്ച പറയണത് എന്താണെന്നറിയില്ല. കഴിച്ചേച്ചും പോയി കിടക്കാൻ നോക്ക്. വെള്ളം കയറുമ്പോ കടലിൽ പോണ്ടേ. ഓരോരോ ചുമ്മാതെയാ മക്കള്. അമ്മച്ചി, ഇന്നൊരു അപ്പച്ചൻ വരുവോ? ഇന്ന് വരാണ്ടിരിക്കില്ല. റോസേ, അല്ല നിന്റെ കെട്ടിയും വന്നില്ലേ? ഇല്ല. എന്താ? കൂടെ പോയവരെല്ലാം ഇന്നലെ ഇരുട്ടിയപ്പോ തന്നെ വന്നല്ല. അവര് പോയി വള്ളം മുങ്ങിയെന്ന്, എല്ലാരും രക്ഷപ്പെട്ടെന്ന്. നിന്റെ കെട്ടിയവനെ മാത്രം കാണാണ്ടായെന്ന്. അമ്മച്ചി, എനിക്ക് വിശക്കുന്നു. കലത്തില് വെള്ളം ഇരിപ്പുണ്ട്, എടുത്തു കുടിച്ചു. അല്ല, നീ ഇതെന്തു ഭാവിച്ചാ? കൊച്ചിന്റെ കരച്ചിൽ കേട്ടില്ലേ? അതിന് വിശന്നിട്ടാവും ഇത്തിരി പാല് കൊടുക്കാൻ. കടപ്പുറത്ത് പൊറുക്കണ പെണ്ണുങ്ങളുടെ ഗതി ഇതാണ്. കെട്ടിയവനങ്ങ് പോയാ സഹായിക്കാനെ കൊണ്ട് ഇവിടെ ആർക്കും പറ്റൂല. കടലമ്മ കനിയാണ്ട് കൂടെ ആവുമ്പോ എല്ലാ കുടിയിലും ദരിദ്ര റോസ. തിരകൾ തീരത്തെഴുതും ആത്മകഥയീ ജീവിതം ആരു കേൾക്കുന്നു വിധിതൻ മേഘസന്ദേശം. ആഴിത്തിരകൾ തീരത്തെഴുതും ആത്മകഥയീ ജീവിതം ആരു കേൾക്കുന്നു വിധിതൻ
മേഘസന്ദേശം. കണ്ണുനീരിൻ കടൽ കടന്നി മണ്ണിലലയും മോഹമേ. കണ്ണുനീരിൻ കടൽ കടന്നി മണ്ണിലലയും മോഹമേ. സ്നേഹവസന്തം നിന്റെ മുന്നിൽ പൂവിരിക്കാൻ പോരുമോ? കയ്യിൽ നിറയെ കനകമുണ്ടോ? കാറ്റു തുണയുണ്ടോ? വലയിൽ സ്വർണമീനുണ്ടോ? ആഴിത്തിരകൾ തീരത്തെഴുതും ആത്മകഥയീ ജീവിതം. ആരു കേൾക്കുന്നു വിധി തൻ മേഘസന്ദേശം. എന്താ? അതെ, ഒരു കൂടിയ സേർത്തതാ. മുട്ടി പഞ്ഞുള്ളത് മതി. അത് ഇവിടെ കിട്ടൂല, കത്തിരി സേർത്തേ കിട്ടൂ. ഏതായാലും എന്താ ശരി. ആ ഇരിക്കട്ടെ. എങ്ങോട്ടാ? റോസാത്തള്ളയുടെ പെര വരെ. ആ, പണ്ട് കടലിൽ വെച്ച് എത്തുപോയ മാത്യുവിന്റെ കെട്ടിയോള്. ആ ആ ആ, വരട്ടെ. ആ. രണ്ട് സേർസിന് 10 രൂപയോ? പെരയിലോട്ടാണ്, വേഗം ചെല്ല്. എന്താ? പട്ടണത്തിൽ ഞാൻ തോന്നുന്നു. പാന്റും കോസായും വിട്ടൊരാൾ പെരയിലോട്ട് പോയിട്ടുണ്ട്. നിന്റെ തള്ളനെ കാണാനാണെന്നാ പറഞ്ഞത്. ഇതാ വീട്. ഇതോ? ആ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്നതാടാ വിളിച്ചു കൂവുന്നേ? അമ്മച്ചി, എന്റെ അമ്മച്ചി. അമ്മച്ചി ആരാ? എന്നതാ? അമ്മച്ചി വിടടാ, കേറി പിടിച്ചിട്ടാണ് അമ്മച്ചിയെ വിളിക്കുന്നത്. നീ ഏതാ? അമ്മച്ചിയുടെ ആൽബിയെ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ? മക്കളെ ആൽബി, നീ എന്തിനാടാ അമ്മച്ചി കളഞ്ഞിട്ട് പോയത്? അമ്മച്ചിയെ നോക്കാൻ
പണം ഉണ്ടാക്കാൻ പോയതല്ലേ അമ്മച്ചി? കർത്താവ് വിളിക്കണേന് മുമ്പ് നിന്നെ ഒന്നുകൂടി കാണാനുള്ള പൂതി ഉണ്ടായിരുന്നു. അമ്മച്ചി, ഇച്ചയ അല്ല എന്റെ ഗ്രേസി മോളങ്ങ് മാനം മുട്ട വളർന്നു പോയല്ലോ അല്ലേ അമ്മച്ചി? ഇതാരാ? ജോസഫിന്റെ കെട്ടുകളാ. ജോസഫ് ചായ കെട്ടിയോളുമായോ? ഇവനേതാ? നമ്മുടെ ആൽബിയോടാ. ചുമ്മാതല്ല പിള്ളേരെല്ലാം പിന്നാലെ കൂടിയത്. ഇതെന്താടാ തനി കോമാളി വേഷം? ഇത് തൃശ്ശൂർ ഫാഷനാ. അല്ലേലും ഈ പത്രാസ് വേഷം ഇവന് ശരിക്കും ചേർന്ന്. അതെ അതെ. അയ്യോ, ഇങ്ങനെ നിന്നാലെങ്ങനെ അമ്മച്ചി? വല്ലതും തിന്നെന്താ? വിശന്നിട്ട് വയ്യ. അയ്യോ മറന്നു. അല്ലേ ഇവറ്റയ്ക്ക് ഇത് എന്നാ പറ്റി? കുറ്റിയടിച്ച് നിൽക്കാതെ വല്ലതും തിന്നാനും എടുത്തു പിള്ളേര്. മോമാ ഇനി എന്താ, നീ തിരിച്ചു പോണുണ്ടോ? അത് പട്ടണത്തില് നല്ല പണി കിട്ടും. പക്ഷേ അമ്മച്ചി നിങ്ങളെ വിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. തെക്ക് പുന്നപ്ര IMS പള്ളിയിൽ അച്ഛൻ എന്നെ വലിയ കാര്യം. നാളെ തന്നെ നമുക്ക് അച്ഛനെ പോയിന്ന് കാണാം. പറ്റിയ കപ്പേരായിട്ട് കൂട്ടും. അടങ്ങി ഒതുങ്ങി നിന്നാലെ കൊണ്ട് പിന്നുള്ള വഴി അച്ഛൻ തന്നെ കാട്ടിത്തരികയും ചെയ്യും. ആ, അത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പോയിക്കോ, ഞാൻ ഇവിടെ കയറിച്ചു വരാം. ചെല്ലേ. ശരി. നേതാവിന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തില്ല. ഇതാ എത്തിയല്ലോ. 100 ആയുസ. വല്യമ്മച്ചി ഇരിക്കെ പുറപ്പെട്ടു പോയ ആൽബിച്ചൻ തിരിച്ചു വന്നു എന്ന് കേട്ടു. എന്നാ ഒന്ന് വന്ന് കണ്ടിട്ട് പോയാലോ എന്ന് വെച്ചു. നീ വളർന്നു വളർന്ന് വലിയ ആചാരബാഹു ആയല്ലോ കൊച്ചനെ. ആ, ഇതാരും അറിയിച്ചനോ? എപ്പോ ഇപ്പൊ വന്നേ ഉള്ളൂ. ആ, ഇതുണ്ടല്ലോ. രമിച്ചേ, വലത്തുകാലിലെ കോച്ചു വലിക്കലൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ, ഞാൻ കൊണ്ടുവന്ന ആ കുഴമ്പിട്ട് തിരുമ്പി ദിവസവും ചൂട് പിടിക്കണം. ആ, അതൊക്കെ പോട്ടെ. തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോ നീ എന്ത് കൊണ്ടുവന്നു? അത് ഒന്നും കൊണ്ടുവന്നില്ലേ? അത് പിന്നെ നേതാവേ, ഒരു കുപ്പി കൊണ്ട്. യോ, നിനക്കൊരു മീറ്റിംഗ് ഉള്ളതാ, ഞാൻ വരാം. നീ ഇനിയും തിരിച്ചു പോകണ്ടോ തൃശ്ശൂർക്ക്? ഒന്നും തീരുമാനിച്ചില്ല. ആ, ഏകപ്പേ വന്നേ. പിന്നെ ഫാക്ടറിയിലെ സമരത്തിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഒക്കെ പണിയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഓക്കേ. ആ, എനിക്ക് ധൃതിയുണ്ട്. വെച്ച് പോട്ടെ. നല്ല ഭാവിയുള്ളവന് ചക്രത്തിന് ആർത്തിയില്ല. അതുകൊണ്ട് തന്നെ കൈക്കൂലി അഴിമതിയും ഇല്ലേ ഇല്ല. നേരെ ഒത്തിരിയായി മക്കളെ, ഭക്ഷണം കഴിക്കാം. ആ, കരയാതെ സമാധാനിക്ക്. അവിടെ എന്താ അച്ഛൻ ആരോടെയോ ആവലാതി കേൾക്കുക? ഓ, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ എത്രയോ പ്രാവശ്യം കാല് പിടിച്ച് അപേക്ഷിച്ചതാണോ കുടിക്കരുതെന്ന്. അപ്പോഴൊക്കെ അപ്പൻ എന്റെ തലയിൽ കൈവച്ച് കർത്താവിന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്യും കുടിക്കില്ലാന്ന്. സന്ധ്യയാകുമ്പോ 4 കാലിട വരവ്. മോളെ വിഷമിക്കണ്ട. ഒരാളെ വിട്ട് അരുളപ്പനെ വിളിപ്പിച്ചിട്ട് ഞാൻ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കാം. അനുസരിക്കാതിരിക്കില്ല. ഇനി അപ്പൻ ഈ സ്വഭാവം തുടർന്ന അങ്ങനെ ഒന്നും ചിന്തിക്കാതെ മോളെ, കർത്താവ് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. മോള് സമാധാനമായി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ആ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ, ആൽബിയോ? അതെ. വന്നു അറിഞ്ഞു. നീ ആളാകപ്പഴങ്ങ് മാറിപ്പോയല്ലോടാ. പക്ഷേ നാട് വിട്ടു പോയിട്ടേ 10 ചക്രം സമ്പാദിച്ചോ? അതൊന്നും ഇല്ലച്ചോ. ആ, ഇനി എന്നാ പോകുന്നത്? അത് പറയാനാ വന്നത്. ഇവൻ ഇനി പോകുന്നില്ലച്ചോ. ആൽബിക്ക് അച്ഛനൊരു പണി ശരിയാക്കി കൊടുക്കണം. ഇവിടെ ഇപ്പൊ പണി, ആ, തടി ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ, എന്തെങ്കിലും തരാക്കാം. തൽക്കാലം ആൽബിയോട് കൂടെ നിൽക്കട്ടെ. ശരിയച്ചോ. ഓ, ആ, ആൽബിക്ക് ഉടനെ ഒരു പണി കൊടുക്കാം. എന്താച്ചോ? ഇപ്പൊ ഇവിടെ ഇറങ്ങിയ പെൺകുട്ടിയെ കണ്ടില്ലേ? ആ, അരുളപ്പൻ സ്രാങ്ങിന്റെ മോളല്ലേച്ചോ? അതെ, അയാളെ ഒന്ന് ഉപദേശിക്കാനുണ്ട്. ആൽബി പോയി അയാളെ കൂട്ടി വരണം. ഒരാളെ കൂടെ അയക്കാം. കർത്താവേ, ആ പാടുന്ന ശ്രാങ്ക ആള് നല്ല കണ്ടീഷനില്ല. ആഹാ, നടക്ക്. വാ. അച്ഛനെ വേറെ പണിയില്ലാഞ്ഞിട്ടാ.
ഈ മുഴുക്കൊടിയൻ ശ്രാങ്കിനെ ഉപദേശിച്ച് നന്നാക്കാൻ കർത്താവ് ഈശോമിശിഹായ്ക്ക് പോലും പറ്റത്തില്ല. അഞ്ചു കോട അന്തിക്കള്ളകത്ത് എന്നിട്ടും അരുളപ്പ സ്രാഗിന് ഒരു കുലുക്കവും ഇല്ല. കർത്താവേ, കള്ളുടിക്കാൻ മാത്രമായിട്ടാണോ ഇയാളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ആ മേരിക്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് മനപ്രയാസം. അത് നേരാ, ഉഗ്രൻ ഉരുപ്പടിയല്ലേ. ഇങ്ങനെയാണെങ്കിൽ അവൾ 6-ാം പ്രമാണം ലംഘിച്ചത് തന്നെ. ഇടാ അരുളപ്പൻ കള്ളു കുടിക്കും, മേരി കരഞ്ഞാലും കുടിക്കും, ആര് കരഞ്ഞാലും കുടിക്കും. ഇതിനെ ഇനി എങ്ങനെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകും? ഞാൻ ഇതുവരെ ഷാപ്പിൽ കയറിയിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല. ചേട്ടൻ ചെന്ന് വിളിച്ചോണ്ട് വാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ യേശു നല്ലവൻ, ഇന്നത്തെ ആഹാരം തന്ന പ്രാർത്ഥനയേ ഉള്ളൂ. ഇതാ മാലാഖ വന്ന് മുമ്പേ നിൽക്കുന്നു. ചേട്ടൻ വന്നാട്ടെ. പിടിക്കണം. ചേട്ടാ പാലാ. എടാ ഇത് പാലം, എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ട് വന്ന പാലം. നടക്ക് ചേട്ടാ, നമുക്ക് എടാ എനിക്ക് കൂട്ടും കുടയും ഒന്നും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് വന്നത്, ഒറ്റയ്ക്ക് തന്നെ പോവുകയും ചെയ്യും. വിടറാ വിടറാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, കുട്ടിയുടെ അടിച്ചാലും നടന്നു പോവും. പുഷ്പം പോലെ നടന്നു പോവും. നടക്ക് ശ്രാങ്കേ, വേഗം പള്ളിയിലെത്തണം. അച്ഛൻ കാത്തിരിക്കുക. ഈ കണ്ടീഷനിൽ ഇയാളെ പള്ളിയിലോട്ട് കെട്ടിയെടുത്താ എന്റെ ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇയാളെ വീട്ടിൽ കൊണ്ട് വിടാം. ചേട്ടാ അങ്ങോട്ട് പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടെ ആരുമില്ലേ? ആരാ? അത് ശ്രാങ്ക്. ഇത്രയും കാലം എത്ര കുടിച്ചാലും ഒറ്റയ്ക്ക് വരത്തുള്ളായിരുന്നു. ഇപ്പൊ കൂട്ടുകുടിയന്മാരെ വരാൻ തുടങ്ങി. കാശ് മുടക്കി കള്ളു മേടിച്ചു കൊടുക്കുമെങ്കിൽ കുടിക്കാൻ ആരെയും കിട്ടാത്തത്? ഓരോരുത്തരും മെനക്കെട്ട് ഇറങ്ങിയിരിക്കുക, കുടിപ്പിച്ചോരോ കുടുംബം നശിപ്പിക്കാനായിട്ട്. ഇത്രയും കാലം കുടിയൻ സാങ്ങിന്റെ മോളെന്നേ പേരുണ്ടായിരുന്നുള്ളൂ. ഇനി ഇങ്ങോട്ട് കൂട്ടുകുടിയന്മാരും വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ എന്റെ കർത്താവേ, എനിക്കെന്നെ വിളിക്കാൻ പാടില്ലേ? കുട്ടിയും ഞാൻ പറയുന്നത്. ഒന്നും പറയണ്ട, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാൻ വേണ്ട. എന്നാലും ഒരു അപേക്ഷ, അപ്പനൊത്ത് കുടിക്കോ കൂത്താടോ എന്ത് വേണേലായിട്ടുള്ളൂ, ഇങ്ങോട്ട് വരരുത്. ആൽബി, നിന്നെ കാണാൻ നിന്റെ ഭാര്യ വന്നിരിക്കുന്നു. പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാന്നാ പറഞ്ഞ. ശരി എന്നാ ഞാൻ പറഞ്ഞേ. മേരി, അടുത്ത ആഴ്ച എന്റെ ശിക്ഷ കഴിയും. എന്റെ ശിക്ഷ കുറച്ച് തന്നു, ജീവപര്യന്തം 12 വർഷമാക്കി ചുരുക്കി. സത്യമാണോ? സത്യം. കർത്താവേ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. നമ്മുടെ മക്കളെ ഇതറിഞ്ഞ എന്ത് സന്തോഷായിരിക്കും. നീ എന്താ അവരെ കൊണ്ടുവരാതിരുന്നത്? മോൻ കൂടെ വരാൻ ഒരുങ്ങിയതാ, ഞാനാ വേണ്ടെന്ന് പറഞ്ഞേ. അവൻ നന്നായി പഠിക്കുന്നില്ല മേരി? പഠിപ്പിലൊന്നും കുറവില്ല, പക്ഷേ അവന് ചില ഇഷ്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുമായി. ഇതാണോ വലിയ കാര്യം മേരി? നമ്മളും ആ വഴിയിലൂടെ കടന്നു വന്നവരല്ലേ. അവന് പക്ഷേ അതിന് തക്ക പ്രായമൊന്നും ആയില്ലല്ലോ. എല്ലാം ഞാൻ വന്ന് സംസാരിച്ചോളാം. ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. ഇനിയും ഒരാഴ്ച കഴിയണമല്ലേ? ഒരാഴ്ച എന്തോ കഴിഞ്ഞ 12 വർഷത്തേക്കാൾ ദീർഘമായി എനിക്ക് തോന്നുന്നു. എനിക്കും. സമയായി.
നിനക്കെന്നെ പിടിച്ചോ? ആ, പിടിക്കാണ്ടിരിക്കൂല. പക്ഷേ എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല അല്ലേ? അത് അന്യ ആണുങ്ങളോട് പഴക്കമില്ലാത്തോണ്ടാ. സ്ത്രീധന പണം തരാൻ ഒന്നും ഇല്ലാത്തോണ്ടാ അപ്പച്ചൻ എന്നെ വെറും കൈയോടെ ഒപ്പം പറഞ്ഞു വിട്ടത്. അതിന്റെ കിറവ് എന്നോട് ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാം നിന്റെ തോന്നലാ. അമ്മച്ചിക്കും ഗ്രേസിക്കും ഒക്കെ നിന്നെ നല്ലോണം പിടിച്ചു. എല്ലാവർക്കും ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് നടത്തിയതിന്റെ കെറുണ്ടെന്ന് മാത്രം. അത് മാറിക്കൊള്ളും. അയ്യോ, ഇനിയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലേ കോഴി കൂവി നേരം വെളുപ്പിക്കും. അതുകൊണ്ട് ഇനിയുള്ള കാര്യം പറച്ചിലൊക്കെ ഇരുട്ടത്താക്കാം. അതാ നല്ലത്. നിലാവേ നീ എൻ മനസ്സിന്റെ തീരം, തലോടും നേരം തളിരാർന്നു സ്നേഹം. നിലാവേ നീ എൻ മനസ്സിന്റെ തീരം, തലോടും നേരം തളിരാർന്നു സ്നേഹം. പൊന്നിതൾ മാറി ചായുനീരാവിൽ, പുണ്യമായി മുന്നിൽ തനിച്ചിന്റെ കിളിമരം തണൽ കൊട നിവർത്തിയല്ലോ. നിലാവേ നീ എൻ മനസ്സിന്റെ തീരം, തലോടും നേരം തളിരാർന്നു സ്നേഹം. ദൈവത്തിൻ തിരുവചനം കാതോട്ടും കുയിലിണകൾ, തെളിയുന്നു മെഴുതിരികൾ ആത്മാവിനാൽ താരയിൽ. അറിയാതെ സ്നേഹിക്കുമ്പോൾ ഇരുമയും ഒന്നാകുമ്പോൾ, അഴകിന്റെ ചന്ദനരാവോ. നിലാവേ നീ എൻ മനസ്സിന്റെ തീരം, തലോടും നേരം തളിരാർന്നു സ്നേഹം. കൈകോർക്കാം വഴിയരികിൽ കാലത്തെ എതിരേറ്റിടാം, കുളിർമഴയായി ഞാനണയാം കുരുത്തോല പെരുന്നാളിലും. കുർബാന കൂടാൻ പോകും കുഞ്ഞിളം പ്രാവേ വായോ, ഇടനെയും താരാട്ടിൽ നീ ഇടയന്റെ രാഗം തായോ. നിലാവേ നീ എൻ മനസ്സിന്റെ തീരം, തലോടും നേരം തളിരാർന്നു സ്നേഹം. ആ ചെലപ്പാ, പോസ്റ്ററുകളൊക്കെ തകർപ്പനായിരിക്കണം. ഒരൊറ്റ അക്ഷരത്തിട്ടും വരാൻ പാടില്ലെന്നറിയാലോ. അത് ഞാൻ നോക്കിക്കോളാം. ആ, ഫാക്ടറി പടിക്കലൊട്ടിക്കുന്ന പോസ്റ്റർ കണ്ട കാറേറി വരുന്ന മുതലാളി ഒന്ന് കിടുങ്ങണം. നേതാവ് എങ്ങോട്ടാ? ആ, അതെ, നാളത്തെ സമരത്തെ കുറിച്ച് പാർട്ടി ഓഫീസിൽ വെച്ചൊരു ആലോചനാ യോഗമുണ്ട്. സൂസിക്കുട്ടിയേ, ദേ നിന്റെ ചെക്കൻ വന്നേക്കണ്. ചെല്ല് ചെല്ല്. വാ വാ ഇരിക്കേ. നിങ്ങളുടെ കല്യാണത്തെ കുറിച്ച് നേതാവ് വല്ലതും പറഞ്ഞോ? ഇല്ല. എപ്പോ ചോദിച്ചാലും ഉടനെ നടത്താവുന്നില്ലയോ മറുപടി? എന്തായാലും സെലീന ചേച്ചി ഒന്ന് മുൻകൈ എടുക്കണം. അതെങ്ങനെയാ? ഞാൻ വന്നു കയറിയോളല്ലയോ. ആങ്ങളെയല്ലേ പെങ്ങളുടെ കല്യാണത്തിന് ഉത്സാഹിക്കേണ്ടത്. അതിയാൻ സമരവും മുദ്രാവാക്യം കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? ജേക്കപ്പേ, ഇതുകൊണ്ടൊക്കെ എന്നതാ ഒരു നേട്ടം? നേട്ടമുണ്ട് ചേച്ചി. വർഗീസായിട്ട് ആരാന്നറിയോ? ഭാവിയിലൊരു മന്ത്രിയാ.
ചേട്ടൻ മന്ത്രിയായ ചേച്ചി മന്ത്രിഭക്തി. ആ എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ ഇങ്ങനെ നോക്കണേ? ആദ്യമായിട്ട് കാണും പോലെ. സമരം വിജയിക്കോ? ചേടാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുമ്പോ സമരത്തിന്റെ കാര്യം ചോദിക്ക. പിന്നെ എന്താ ചോദിക്കണ്ടേ? വർഗീസേട്ടൻ പെട്ടെന്ന് കയറി MLA മന്ത്രിയോ മറ്റോ ആയാ ഈ പാവം തൊഴിലാളിക്ക് അനിയത്തെ കെട്ടിച്ചു തരുമോ? അത് പേടിച്ചാവോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങണേ? സത്യം. പകലന്തിയോളം പണിയെടുത്തിട്ടും ന്യായമായ കൂലി തരാൻ കൂട്ടാക്കാത്ത ഈ ഫാക്ടറി മുതലാളിയെ നമ്മളൊരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. മുതലാളിത്തത്തിന്റെ തകർച്ചയിൽ ചവിട്ടി നിന്നുകൊണ്ട് തൊഴിലാളി വർഗത്തിന് വളരാൻ കഴിയൂ. സിന്ദാബാദ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഈ ഗുലാബ് സിന്ദാബാദ്, തൊഴിലാളി നീതി പാലിക്കുക. മുതലാളിയെ പുറത്തു പോകാൻ അനുവദിക്കില്ല അല്ലേടാ? ഇല്ല, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു തരാമെന്ന് സമ്മതിക്കുന്നത് വരെ ഞങ്ങളുടെ മുതലാളി പുറത്തു പോവില്ല. ന്യായമായ അവകാശങ്ങൾ തെണ്ടി പരിചകളായ നിനക്കൊക്കെ തിന്നാനും കുടിക്കാനുള്ള വക മുതലാളി തരുന്നില്ലടാ. ഇനി നിന്റെയൊക്കെ അമ്മമാർക്കും പെങ്ങന്മാർക്കും വെറുതെ വീട്ടിയിരിക്കുന്ന അമ്മയും പെങ്ങന്മാരും പറയണ്ട. പറഞ്ഞ എന്തി ഇവിടെ നായിന്റെ മോനെ. തൊഴിലാളിയുടെ തഴമ്പ് പിടിച്ച കൈയുടെ കരുത്ത് ഏമൻ അറിയും. ഏമാനെ വേണ്ട, സഖാവ് വർഗീസിന്റെ ഒരു തൊഴിലാളിയുടെ ദേഹത്ത് തൊട്ടാൽ ആ കളി തീക്കളിയാണ്. നിനക്കൊക്കെ എന്താ വേണ്ടത്? മുതലാളി ഇവരെ കാണാനോ ഇവരുടെ അവകാശവാദങ്ങൾ കേൾക്കാനോ തയ്യാറാകുന്നില്ല. മുതലാളി വിളിച്ചില്ലെങ്കിലേ ഞങ്ങൾ എല്ലാവരും കൂടി ഫാക്ടറിയിലേക്ക് എരച്ചൊരു കയറ്റം കയറും. വേണ്ട, അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു വരയ്ക്കണ്ട. തൽക്കാലം സഖാവ് വർഗീസിനെ പോകാൻ അനുവദിക്കുന്നു. സഖാവ് വർഗീസ് സിന്ദാബാദ്! സഖാവ് വർഗീസ് സിന്ദാബാദ്! സഖാവ് വർഗീസ് സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! സഖാവ് വർഗീസ് സിന്ദാബാദ്! താനും എന്റെ ശമ്പളം പറ്റുന്ന ഡ്രൈവറല്ലേ, തനിക്ക് സമരമൊന്നുമില്ലേ? ഇല്ല മുതലാളി. മുതലാളി നീതി പാലിക്കുക, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, മുതലാളി നീതി പാലിക്കുക, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ആൽബി പുറത്തേക്ക് പോയിക്കോളൂ, ഞാൻ വിളിക്കുമ്പോൾ ശരി മുതലാളി. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, മുതലാളി നീതി പാലിക്കുക, മുതലാളി നീതി പാലിക്കുക, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇങ്ങനെ വിളിച്ചാൽ തന്റെ തൊണ്ട പൊട്ടിപ്പോവല്ലേ? താനം കൊടി. അതുങ്ങളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണ്ടേ മുതലാളി? ഇരിക്കടോ. ഓ, ഓരോരോ തലവേദനകളെ. ഇപ്പൊ സമരത്തിന്റെ അവസ്ഥ എന്താ? SI പങ്കയാക്ഷം പിള്ള വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് മുതലാളിക്ക് അറിയാലോ. കഴിഞ്ഞ കൊല്ലം കൊടുത്ത 5% ബോണസും ഇപ്പൊ നിലവിലുള്ള ശമ്പളവും അല്ലാതെ ഒരു ചില്ലി കാശും കൂട്ടിക്കൊടുക്കാൻ പറ്റുകയല്ല. അയ്യോ, ആ ധാരണ നമ്മൾ തമ്മിലുണ്ടല്ലോ. എന്നാലും തൊഴിലാളികൾക്ക് ശമ്പളവും ബോണസും കൂട്ടിക്കിട്ടാൻ സഖാവ് വർഗീസ് ഭഗീരഥയത്നം നടത്തുന്ന ഒരു തോന്നൽ അവർക്കുണ്ടാകണ്ടേ മുതലാളി? ചുമ്മാ തോന്നിപ്പിച്ചോളൂ. എനിക്കിപ്പോ പുറത്തു പോകണ്ടേ. താൻ അണികളെയും കൂട്ടി ഗേറ്റ് വളഞ്ഞിരുന്ന് വൈകുന്നേരം വരെ മുദ്രാവാക്യം വിളിച്ചോ, ബൂർഷ്വാ മുതലാളി തൊലയട്ടെ, ബൂർഷ്വാ മുതലാളി തൊലയട്ടെ എന്ന്. വേണ്ടടോ, ചൊറിഞ്ഞുള്ള മുടിയും കൂടെ കളയണ്ട. തനിക്ക് ഞാൻ 5000 രൂപ തരാം. സമരം ഒന്ന് വിളിച്ചു തന്നെ. സമരം വിളിക്കാൻ പറ്റൊന്നുമില്ല. എന്തായി പറയണേ? അതെന്നാ ഇടപാടാ? ആ പോട്ടെ, ഒരു 10000 രൂപ തന്നേക്കാം. സഖാക്കളെ, മനുഷ്യത്വം തൊട്ട് തീട്ടിയിട്ടില്ലാത്ത ഒരു പിശാചാണ് നിങ്ങളുടെ മുതലാളി. ഒരു ചില്ലി കാശ് പോലും കൂട്ടിത്തരാൻ അയാൾ തയ്യാറല്ല. ഇവിടെ നമ്മൾ തളരാൻ പാടില്ല, തോൽക്കാൻ പാടില്ല. തൊഴിലാളി വർഗത്തിന്റെ സംഘടിത ശക്തിക്ക് മുന്നിൽ കടമുഴകി വീണ മുതലാളിത്തത്തിന്റെ ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചൈനയിലും റഷ്യയിലും ചെക്കോസ്ലോവാക്യയിലും ആ ചരിത്രം ആവർത്തിച്ചിട്ടുണ്ട്. ആ ചരിത്രം ഇവിടെയും ആവർത്തിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ സമരമുറകളുമായി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ വീണ്ടും ശക്തി ആർജിക്കണം. ഈ ഗുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഐക്യം സിന്ദാബാദ്. സഖാവേ, ആൽബിയോ, വാ ഇരിക്കേ. വേണ്ട, സമരം ഇനിയും നീളുമല്ലേ? സംശയം എന്താ? സഖാവ് വർഗീസിനോടാ തന്റെ മുതലാളി കളിക്കുന്നേ. തൊഴിലാളികളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ കുട്ടി, ഒരു ചായ എടുത്ത് ആൽബിക്ക്.
ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് സഖാവ് പറഞ്ഞിട്ടാ തൊഴിലാളികൾ സമരത്തിന് ഇറങ്ങിയത്. ആ ശമ്പളം ഇല്ലാത്തോണ്ട് നൂറുകണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാണെന്ന് ഓർക്കണം. കഷ്ടം. അവരോട് ഈ ചതി വേണ്ടിയിരുന്നില്ല സഖാവേ. താനെന്താ പറഞ്ഞേ? മുതലാളിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് സമരം പൊളിക്കാവുന്ന നേതാവ് സമ്മതിച്ചില്ലേ? 10,000 രൂപയെ? അതെ, സമരം പൊളിക്കാൻ 10,000 രൂപ വേണമെന്ന് നേതാവ് ആവശ്യപ്പെട്ടില്ലേ? ഓ, ആ 10,000 രൂപ അത് ശരിയാണ്. തൊഴിലാളികൾക്ക് കൂലി കൂട്ടിക്കൊടുത്താൽ മാസം 10,000 രൂപ അധിക ചെലവ് വരുന്നു മുതലാളി എന്നോട് പറഞ്ഞു. അത് ഞാൻ ചോദിച്ചതായിട്ട് കണക്കാക്കിയല്ലേ. കഷ്ടം. എന്തിനാ സഖാവേ ഇരട്ടത്താപ്പ് നയം? ആൽബിയെ തിരുത്താൻ നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. നീ അത്ര വലിയ യോഗ്യനൊന്നും ആകണ്ട. ജോലിയും പണിയൊന്നുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞു വന്ന് നിനക്ക് മുതലാളിയുടെ ഡ്രൈവറായിട്ട് ജോലി വാങ്ങി തന്നത് ഈ വർഗീസാ. അത് നീ മറക്കരുത്. സമ്മതിച്ചു. അതുകൊണ്ട് ഈ അനീതിക്ക് ഞാൻ കൂട്ടു നിൽക്കണം. കൂട്ടു നിൽക്കണം. ഇല്ലെങ്കിൽ ആ ജോലി തെറിപ്പിക്കാനും എനിക്ക് കഴിയും. അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന ജോലിയാണെങ്കിൽ അതങ്ങ് തെറിച്ചോട്ടെ. ഞാൻ പോന്നു. ആൽബി അവിടെ നിന്നേ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇങ്ങനെ ചൂടായാലോ? പണം വാങ്ങാന്ന് സമ്മതിച്ചതൊക്കെ ശരി തന്നെയാ. എന്നാത്തിനാ എന്റെ അനുജത്തിയെ നിന്റെ അനുജന് കെട്ടിച്ചു കൊടുക്കണ്ടേ? അതിന് പണം വേണ്ടേ ആൽബി? ഓ, ഒടുവിലൊരു പിടിവള്ളി കിട്ടിയല്ലേ? അർഹതയില്ലാത്ത പണം കൊണ്ട് പൊന്നിൽ കുളിപ്പിച്ചയക്കുന്ന പെണ്ണിന് എന്റെ അനുജൻ കിട്ടണോ? ഇല്ലെങ്കിൽ വിവാഹം ഞാൻ നടത്തില്ല. വേണ്ട. കർത്താവിന് പൊറുക്കാത്ത പണി ചെയ്യുന്നവരോട് ബന്ധം കൂടാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല. ഇച്ചായനൊന്നും കേട്ടതുമില്ല അറിഞ്ഞതുമില്ല. വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോണ്ട. നേതാവ് കൈക്കൂലി വാങ്ങിന്നൊക്കെ പറഞ്ഞ് ആരും വിശ്വസിക്കാൻ പോണില്ല. നേതാവിനെ വിശ്വസിച്ച് ജേക്കബും സമരത്തിലല്ലേ? അവന്റെ ഭാവി നോക്കണ്ടേ മേരി? നേതാവിനെതിരെ ഓരോന്ന് പറഞ്ഞോണ്ട് നടന്ന ജേക്കബും സൂസിയും തമ്മിലുള്ള കല്യാണം നടക്കുവോ? അതെന്താ ഇച്ചായൻ ഓർക്കാത്തെ? മുതലാളി തരുന്ന കാശ് കൊണ്ടാ നമ്മുടെ അടുപ്പെരിയുന്നേ. ആ മുതലാളി കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ വെറുതെ ഉള്ള ജോലി കളയണ്ട. ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം മാത്രം ചിന്തിച്ചാ മതി. കുഞ്ഞുങ്ങളോ? അതിന് നമുക്ക് ഒരു മോനല്ലേ ഉള്ളൂ? അല്ല. പിന്നെ? ഓ, അങ്ങനെയോ? എന്റെ കർത്താവേ, വാ. പതുക്കെ 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 പതുക്കെ. ആൽബി കുഴപ്പക്കാരനാ. അവന്റെ നിലപാട് കണ്ടിട്ട് അവൻ സംഗതി പരസ്യമാക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ആൽബിയേക്കാൾ കുഴപ്പക്കാരൻ അവൻ അനിയൻ ജേക്കബ. അവൻ എന്റെ നേരെ കൈ ചൂണ്ടി പറഞ്ഞ് താൻ കേട്ടില്ലേ? തൊഴിലാളികളുടെ കൈക്കരുത്ത് ഞാൻ അറിയുന്നു. ഈ പങ്കജാശമ്പിളുടെ കൈക്കരുത്ത് ആ പട്ടിയെ ശരിക്കും ഞാൻ അറിയിക്കുന്നുണ്ട്. എന്നതായാലും എത്രയും പെട്ടെന്ന് സമരം നിർത്തി തൊഴിലാളികളെ പണിക്ക് വിട്ടുതരണം. ഈ ക്ഷാമബത്തെയും കൂലിയും കൂട്ടാതെ സമരം നിർത്തില്ലെന്നുള്ള വാശിയില തൊഴിലാളികള്. 1% ക്ഷാമബത്തെയും 2-3 രൂപ കൂലിയും കൂട്ടിക്കൊടുത്താ നമുക്ക് ഈ പ്രശ്നം. വർഗീസേ, ഒരുമാതിരി മറ്റേ വർത്തമാനം എന്റെ അടുത്ത് പറയരുത്. 10 പൈസയും കൂട്ടണ്ടെന്ന് സംബന്ധിച്ച് 10,000 രൂപ എന്റെ കയ്യിൽ നിന്ന് എണ്ണി മേടിച്ചിട്ട് ഈ കോപ്പിലെ ഇടപാട് എന്നോട് വേണ്ട. പിന്നെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയല്ലേ? പിന്നെ നിന്റെ കൂട് കൊടുക്കാൻ വിറ്റ് പെറുക്കിയാ കിട്ടൂടാ 10,000 രൂപ. ഒരുമാതിരി മറ്റേ വർത്താനം മുതലാളി പറയുന്നതാണോ? പറയിപ്പിക്കുന്നല്ലേ? എടാ, നിനക്ക് തന്ന 10,000 രൂപ തൊഴിലാളികൾക്ക് വിധിച്ചു കൊടുത്തിരുന്ന ഇനി സമരം ഉണ്ടാവുമായിരുന്നു. എന്നാ വേറൊരു 10,000 രൂപ എടുത്താൽ തൊഴിലാളികൾക്ക് വിധിച്ചു കൊടുത്ത് സമരം തീർത്തോ? ഞാൻ വിട്ട്. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനം എന്റെ അടുത്ത് പറയരുത്. താന്റെ തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലോ. തന്തയ്ക്ക് പറക്കാത്ത ഞാനല്ല, താനാ. എന്താ ഇത്? നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലേ? അങ്ങനെ എനിക്ക് ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു കിട്ടണം, അത്രേ ഉള്ളൂ. അത്ര പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ സാറേ? അതിനൊക്കെ വഴി ഉണ്ടോ വർഗീസേ? ഒരു പൈസയും കൂട്ടിക്കൊടുക്കാതെ മുതലാളിക്ക് സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പിലെത്തിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. അയ്യോ, ഞാൻ പറയുന്നത് സത്യമാണ്. മുതലാളി നേതാവും തമ്മിലുള്ള പരസ്പര ധാരണ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇത് വഞ്ചനയാണ്, ചതിയാണ്. വർഗീസിനെ ഒരു കാലത്ത് നിങ്ങൾ വിശ്വസിക്കരുത്. വർഗീസ് നേതാവ് ആരാണെന്നും എന്താണെന്നും എനിക്കറിയില്ല. ദൈവതുല്യനായ നേതാവിനെ യൂദാസ് ആക്കുന്ന കാലം. ചേട്ടനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളാണ്. ചേട്ടൻ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ബോണസോ ശമ്പളമോ ഒറ്റ പൈസ കൂട്ടിത്തരില്ലെന്ന് മുതലാളി പറഞ്ഞു. വേണ്ടെന്ന് വർഗീസ് സമ്മതിച്ചിരിക്കുകയാണ്. ഇതൊരു ഒത്തുകളിയാണ്. ഞാൻ അല്പം വൈകിപ്പോയി. നമ്മുടെ ആ സഖാവ് മാധവന് സുഖമില്ലെന്നറിഞ്ഞ് അവിടം വരെ ഒന്ന് പോയതാ. എന്നെ കണ്ടതും അയാളുടെ പെമ്പിള വലിയ വായിൽ കരയാൻ തുടങ്ങി. ഒരു ഇറ്റ് കഞ്ഞിക്ക് പോലും വകയില്ലെന്ന് പറഞ്ഞ്. പിന്നെ അരി മേടിക്കാൻ കാശ് കൊടുത്തു. എന്താ എല്ലാവർക്കും ഒരു മൗനം? എന്തു പറ്റി? ഓ, മനസ്സിലായി. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഞാൻ ഈ സമരം പൊളിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
ഈ നിമിഷം നിങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ ഈ രാഷ്ട്രീയ കുപ്പായം വലിച്ചെറിയാം. ഞാൻ വർഗവഞ്ചകനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഇല്ല, ഞങ്ങളത് വിശ്വസിക്കില്ല. ഇനി ഇവൻ ആരാണെന്ന് അറിയണം. ഇവൻ മുതലാളിയുടെ ഡ്രൈവറല്ല, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇവനെ അയച്ചിരിക്കുന്നത് മുതലാളിയാ. നേതാവ് കൈക്കൂലി വാങ്ങി സമരം പൊളിക്കുന്നു നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇവൻ മുതലാളിയുടെ ഏജന്റാണ്, ചാരനാണ്, കരിങ്കാലിയാണ്. ഇവൻ ഒറ്റപ്പെടുത്തണം. കരിങ്കാലി ആൽബി മുർദാബാദ്, വർഗീസ് സിന്ദാബാദ്, കരിങ്കാലി ആൽബി മുർദാബാദ്, കരിങ്കാലി ആൽബി മുർദാബാദ്, വർഗീസ് സിന്ദാബാദ്, വർഗീസ് സിന്ദാബാദ്, കരിങ്കാലി ആൽബി മുർദാബാദ്. സഖാക്കളെ, നമ്മുടെ സമരമുഖം നമ്മളൊന്ന് മാറ്റുകയാണ്. ഫാക്ടറിയിലേക്ക് ഇരച്ചു കയറി മർക്കട മുഷ്ടിക്കാരനായ മുതലാളിക്ക് ഒന്നിനും രണ്ടിനും പോകാൻ പോലും സമ്മതിക്കാതെ നമ്മൾ ഖരാവ ചെയ്യുന്നു. വരിൻ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കൂ. ഞാനിതെങ്ങനെ സഹിക്കും എന്റെ കർത്താവേ? കണ്ണീച്ചറിയില്ലാതെ ഈ ചെയ്തു ചെയ്തോന്റെ തലയിൽ ഇടുത്തി വീണ എന്റെ പൊന്നുമോനെ. ആ നായടമും പങ്കജാക്ഷൻ എന്തോ വ്യക്തിവൈരാക്യം തീർത്തത് ആരോട് പറയാൻ? പട്ടിണിപ്പാവങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരാ ഉള്ളത്? ഞാനുണ്ട്. സഖാവ് ജേക്കബ് സിന്ദാബാദ്, സഖാവ് ജേക്കബ് സിന്ദാബാദ്, സഖാവ് ജേക്കബ് സിന്ദാബാദ്, സഖാവ് ജേക്കബ് സിന്ദാബാദ്, നാടിന്റെ വീരപുത്രൻ സിന്ദാബാദ്, നാടിന്റെ വീരപുത്രൻ സിന്ദാബാദ്, സഖാവ് ജേക്കബ് സിന്ദാബാദ്, സഖാവ് ജേക്കബ് സിന്ദാബാദ്. ഇതെന്നതാ നേതാവേ? കിടന്ന കിടപ്പിന്ന് എഴുന്നേക്കാൻ വയ്യാതെ നിലവിളിച്ചുകൊണ്ട് കിടക്കണ എന്റെ കഴുത്തിൽ ഒരു കുരുക്കൂട്ടച്ച് കൊലവിളി മുടക്കണത്? ജോസഫേട്ടൻ എന്താ ഈ പറയുന്നേ? ഈ കിടക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ പൊന്നോമന പുത്രൻ, തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനായി മർദ്ദനം ഏറ്റുവാങ്ങിയ അവശനായ ത്യാഗി വര്യൻ. ഇവൻ ഞങ്ങളുടെ അഭിമാനമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന്റെ വേദന മാറൂ നേതാവേ. ഈ വേദനയും ക്ഷീണവും ഒക്കെ ശക്തമായൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാന്ദിയാണ് അമ്മച്ചി. ജേക്കബേ, ഇനിയിപ്പോ തൽക്കാലം ഒരു സമരവും പോലീസ് മർദ്ദനവും രക്തസാക്ഷിത്വമൊന്നും നമുക്ക് വേണ്ട. സാഹചര്യം ഒട്ടും നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് 5% ക്ഷാമബത്തെയും നിലവിലുള്ള ശമ്പളവും മതിയെന്ന് സമ്മതിച്ച് ഞാൻ സമരം അങ്ങ് പിൻവലിച്ചു. വിഷമിക്കണ്ട ജേക്കബേ, ഇതൊരു താൽക്കാലിക പരാജയ സമരം മാത്രം. മർദ്ദനമേറ്റ തൊഴിലാളികളൊക്കെ കിടക്ക വിട്ടുന്ന എഴുന്നേറ്റോട്ടെ. ഇരട്ടി ശക്തിയോടെ നമ്മൾ മുതലാളിക്കെതിരെ ആഞ്ഞടിക്കുന്നു. വരട്ടെ സഖാവേ. ദേഹത്തിൽ തൊലി പൊളിയാൻ 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ലെന്നാ കേൾക്കണേ. അടുത്ത കാലത്തൊന്നും അവൻ എണീറ്റ് നടക്കാനും കഴിയില്ല. അഥവാ നടന്നാലോ, പൊണ്ടി നടക്കുന്ന ഒരു ജീവച്ഛവം.
ആരോഗ്യമില്ലാത്ത ചെക്കനെ കെട്ടിട്ട് എന്നാ കാര്യം? അതാ ഞാൻ പറഞ്ഞേ, ഈ ജേക്കബിനെ അങ്ങ് മറന്നേക്ക്. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടാ പറയുന്നേ. ജേക്കബിനെ വിട്ടേക്ക്. വർഗീസേട്ടൻ കൈക്കൂലി വാങ്ങിയത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇല്ല, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇല്ല, ഇത് സത്യമല്ല. സത്യമല്ലെന്ന് പറ സൂസി. കർത്താവിനാണ് സത്യം. മേശയിലിരിക്കുന്ന നോട്ട് കെട്ടിൽ ഞാൻ കണ്ടതാ. കേൾക്കേണ്ടവരുടെ നാവിൽ നിന്ന് സത്യം കേട്ടപ്പോ ബോധ്യമായില്ലടാ. സഖാവ് വർഗീസ്, അവന്റെ വാക്ക് കേട്ട് നീ എന്നെ വിളിച്ചതെന്താ? കരിങ്കാലി ആൽബിന്ന്. ആരുടെ ഇപ്പൊ കരിങ്കാലി? എന്നാലും ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. ഇപ്പൊ എന്നെ വേറെ കെട്ടിച്ചേക്കാനുള്ള ശ്രമത്തിൽ അച്ചായൻ. നീ വിഷമിക്കേണ്ട സൂസി. സ്വന്തം ആങ്ങളെയായിട്ട് പോലും അയാളുടെ ചെറ്റത്തരം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സ് ഞാൻ കാണുന്നു. നീയും ജേക്കബുമായിട്ടുള്ള വിവാഹം നടക്കും. ഈ ആൽബി അത് നടത്തിത്തരും. ഇച്ചാനെ സംശയിച്ചത് വലിയ വിഷമായി പോയി ജേക്കബിന്. അവൻ ഇനി ഫാക്ടറി പണിക്ക് പോകുന്നില്ലെന്ന്. പിന്നെന്ത് ചെയ്യും? എങ്ങനെയും അവനെയും സൂസിയെയും കല്യാണം കഴിപ്പിക്കണം. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാ. ഒരു പുതിയ പണിയെല്ലാം കിട്ടിയിട്ട് മതി അതൊക്കെ. ഏതായാലും അവൻ ആശുപത്രി വിട്ട് വീട്ടിൽ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വേണ്ട ചേട്ടായി, കണക്ക് തീർക്കാനും കൊല്ലാനും ഒക്കെ നടന്ന നമ്മുടെ ജേക്കബിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടാനല്ല, കൊന്നോനെ വെറുതെ വിട്ട എന്റെ അനിയന്റെ ആത്മാവിന് ഗതി ഉണ്ടാവില്ല. നിനക്കറിയോ, പണ്ട് ഈ കടപ്പുറത്ത് ഒരുപാട് വീടുകളുടെ പിന്നാമ്പുറത്ത് ചെന്ന് നിന്ന് ഞാൻ കെഞ്ചിട്ടുണ്ട്. വിശന്ന് കരയുന്ന ജേക്കബിന്റെയും ഗ്രേസിയുടെയും വിശപ്പറക്കാൻ ഒരിറ്റ് കഞ്ഞിവെള്ളത്തിന് വേണ്ടി. കിട്ടാതാവുമ്പോ കരഞ്ഞവൻ ഉറങ്ങും, ഈ നെഞ്ചത്ത് കിടന്ന്. പഴയതൊക്കെ പറയുമ്പോ അമ്മ ചെയ്യണ നെഞ്ചു പൊട്ടണേടാ. ചേട്ടായി ഒന്നിനും പോണ്ട, കർത്താവ് തമ്പുരാൻ കൊടുത്തോളൂ അവനൊക്കെ. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. വിടണ്ട, ഒരു പരാതി കടലാസ് എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാം. അവര് ചോദിക്കാൻ പറയ്ക്കൊക്കെ ചെയ്തോളൂ. സാർ, അവിടെ കൊടുക്കാൻ. അവിടെ കൊടുക്കാൻ. സാർ, അകത്ത് കൊണ്ടുപോയി കൊടുക്കണോ? വാ. സാർ, സാർ, എടാ, ഈ സ്റ്റേഷൻ അതിർത്തിയിലെ ഏതെങ്കിലും മൈക്കുട്ടിയുടെ മുന്നിലെ ഒരു പട്ടി കാല് പൊക്കി വെച്ച് പെടുത്താ പോലും ഇവിടെ നിന്ന് എസ് ഐ പങ്കജാശമ്പിള്ളത് അറിയും. അങ്ങനെയുള്ള എന്റെ അടുത്ത് ചത്തവനെ കൊന്നതാണെന്നും പറഞ്ഞൊരു കടലാസം പൊക്കി പിടിച്ചോണ്ട് വന്നാ ഞാനത് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ റാസ്കൽ? കള്ളപ്പരാതി കൊണ്ട് ഇവിടെ കയറി വരുന്നതിനെ കണ്ടാ എനിക്കറിയാം. കള്ളപ്പരാതി അല്ലേ മാനെ? കൊലപാതകമാണെന്ന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ ചത്ത ഇറന്നപ്പോ തന്നെ ഒന്ന് പറയാറുണ്ട്. എന്താ ഇനി അഥവാ കൊന്നെങ്കിൽ തന്നെ അതിന് വല്ല കാര്യം ഉണ്ടാവില്ലടാ.
നിനക്കറിയില്ലെന്നായിരിക്കും മറുപടി. എന്നാ എനിക്കറിയാം. വല്ലവന്റെയും പെങ്ങളെ സ്നേഹിച്ച് ചതിച്ച് വഴിയാധാരാക്കുമ്പം ആ പെങ്ങൾക്ക് ആങ്ങളമാരുണ്ടാകും നിന്റെ അനുജൻ ഓർക്കണമായിരുന്നു. അങ്ങനെ ചതിക്കുന്ന ആണുങ്ങളെ ആ പെങ്ങളുടെ ആങ്ങളമാര് ചിലപ്പോ കൊന്നിരിക്കും. കൊല്ലണം. അങ്ങനെയുള്ള വൃത്തിയിട്ടവന്മാർ ചാവണം. അങ്ങനെ ചാവുന്നതിന്റെ പേരിൽ പരാജയം പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നവന്റെ ഗതി എന്താണെന്ന് നിനക്കറിയാമോ? ചത്തവൻ ആരാണേലും അവനെ കൊന്നാൽ കൊന്നവന്റെ പേരിൽ കേസെടുക്കാല്ലേ മനെ. എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോടാ റാസ്കൽ. ഈ സ്റ്റേഷൻ നീ പതിനാഴ്ച സ്വന്തം ഇനി പരാതി കൊണ്ട് ആൽബി ഇവിടെ വരൂല. പക തീർക്കാൻ ആൽബിയുടെ പുറകെ വരുന്നവന്റെ ഗതി അപ്പൊ ഞാൻ കാണിച്ചു തരാം. വായിച്ചാ നീ എങ്ങോട്ടാ? ഇച്ചായം നടന്നോ? എനിക്കൊന്ന് രണ്ടാളെ കാണാനുണ്ട്. കൂടുതലൊന്നും ചിന്തിക്കാനില്ല മുതലാളി. നാളെ മുതൽ ഡ്രൈവറായിട്ട് അവൻ ഇവിടെ വേണ്ട. പിരിച്ചുവിട്ടേക്ക്. ആ കണക്ക് തീർത്ത് അവനെ എന്നെ വിട്ടേക്കാം. ഒരു ചില്ലി പൈസ കൊടുക്കരുത്. 10 പൈസ ഇല്ലാണ്ട് അവൻ പടിയിറങ്ങണം. പോയി തെണ്ടി ജീവിക്കട്ടേന്നേ റാസ്കൾ. നാളെ ആവട്ടെ. നാളെ വരെ കാക്കണ്ട മുതലാളി. ഇന്ന് തന്നെ സ്വയം പിരിഞ്ഞു പോകാൻ ആൽബി വന്നിരിക്കുന്നത്. തൊഴിലാളിയുടെ രക്തം ഊറ്റിക്കുടിച്ച് സ്വയം കൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന്റെ ശിവാർച്ചയെ കിട്ടിയ ജോലി, തൊഴിലാളിയുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു മുതലാളിയുടെ ശമ്പളം പറ്റുന്ന ജോലി, ആ ജോലി ആൽബിക്ക് വേണ്ട. ദാ കാറിന്റെ താക്കോല്. എന്റെ മുഖത്തേക്ക് താക്കോൽ അറിയുന്നോ? നായിന്റെ മോനെ. ആൽബി നായിന്റെ മോനല്ലടാ. കടലിലോട് മല്ലിട്ട് മീൻ പിടിച്ചുകൊണ്ടുവന്ന് മക്കളെ വളർത്തി ഒടുവിൽ കടലിൽ തന്നെ ജീവിതം സമർപ്പിച്ച പാറേക്കാട്ടിൽ കുഞ്ഞുവറീതിന്റെ മോൻ മാത്യുവിന് പറഞ്ഞവൻ ആൽബി. തന്തയ്ക്ക് പറഞ്ഞവൻ. ഞാൻ പണിയെടുത്ത കാശ് തരണ്ടെന്ന് ഇയാളും തരില്ലെന്ന് താൻ ഉറപ്പിച്ചു അല്ലേ? വേണ്ട, എനിക്കത് വേണ്ട. ആ കാശ് കൂടി ഈ നാറയ്ക്ക് കൊടുത്തേര്. ഒരു വിഷപ്പാമ്പിനെ നോവിച്ചുകൊണ്ടാ നീ പോകുന്നെന്ന് ചെവിയിൽ നുള്ളിക്കോ. അത്തരം പാമ്പുകളെ വരുത്തി വിഷം ഛർദ്ദിപ്പിക്കാനുള്ള മരുന്ന് ആൽബിയുടെ പക്കലും ഉണ്ടെന്ന് താനും ഓർമ്മിച്ചോ? എന്നെ ചതിക്കായിരുന്നു എല്ലാരും. ഞാൻ താക്കോൽ തൂക്കി അയാളുടെ മുഖത്തെറിഞ്ഞു. ആ നേതാവിനൊരു തള്ളും കൊടുത്തു. കടപ്പുറത്ത് ജനിച്ച് കടപ്പുറത്ത് വളർന്ന അവൻ കായലി ചാടി എങ്ങനെ ചാകാനാ? അപ്പോ അവൻ ജീവനോടല്ല കായലി ചാടിയത്. എന്താ ആൽബി പതിവില്ലാതെ ഇവിടെയൊക്കെ? അതിനെങ്ങനെ ഉള്ള പണി പോയില്ലേ? പോരാത്തേന് നല്ല കൂട്ടുകാരും. നീ വാ ചെല്. വാ ആൽബി. നീ വാ. ഇരുന്നേ, ഇങ്ങോട്ടിരുന്നേ. കളിച്ച് കളിച്ച് കളത്തിനകത്ത് കയറി കളിച്ചു. ഇപ്പൊ കളത്തിന്ന് വെളിയിലായി. ഇവൻ കളി പഠിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കും. ആര്? വർഗീസ് സഖാവ്. വേണ്ട, അവരൊക്കെ മുതലാളിയുടെ ഗുണ്ടകളാ.
ആൽബി ഇനി കളിക്കാൻ പോകുന്നത് കളത്തിനകത്തല്ല, നിന്റെ കേമാമ്മയുടെ നെഞ്ചത്താ. മോനെ, കള്ളിഷാപ്പ് അടിച്ചു പൊളിക്കാനും നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനും മാത്രം വലിയവനാവരുത്തൻ എന്റെ സ്റ്റേഷൻ തലത്തിൽ വളർന്നോടാം. തൂക്കിയെടുത്ത് വണ്ടിയിലിടാൻ വിടല്ലേ. എടുത്തിടാൻ തേങ്ങയും മാങ്ങയൊന്നും അല്ല, എവിടെ വരാനും പേടിയില്ല ആൽബിക്ക്. വാ. എന്റെ പൊന്നെ പോലെ ഒരിക്കലത്തേക്ക് മാപ്പാക്കണം. ചേട്ടായി കൊണ്ടുപോകല്ലേ, എനിക്ക് വേറെ ആരുമില്ല. വേറെ ആരും ഇല്ലെന്ന് കരുതി നീ വിഷമിക്കണ്ട. കൂട്ടിയിറക്കാൻ ആള് കൊണ്ടപ്പോ പറഞ്ഞാ മതി. ഞാൻ റെഡി. കരയാതെ മേരി, വൈകുന്നേരത്തോടു കൂടി ജാമ്യം കിട്ടുമെന്നാ ജോസഫേട്ടൻ പറഞ്ഞത്. എന്റെ കർത്താവേ, എന്റെ അച്ഛനൊന്നും വരുത്തരുതേ. എന്താ ചേട്ടാ? ഫ്രാങ്കും വക്കീലും പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുക. ISI വന്നാലേ ആൽപ്പിന് ഇറക്കാൻ പറ്റൂ. നീ പേടിക്കാതെ മേരി, വൈകുന്നേരത്തോടെ അവരിങ്ങെത്തും. ഞാൻ പോയി അമ്മച്ചോട് വിവരം പറയട്ടെ. മേരിക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും കാണാനില്ല, എങ്കിലും ശ്രദ്ധിക്കണം. ഇന്നലെ വേദന തുടങ്ങിയിട്ട് എന്താ കൊണ്ടുവരാൻ ഇത്രയും വൈകിച്ചത്? കൊണ്ടുവരേണ്ട ആള് വീട്ടിലുണ്ടായിട്ട് വേണ്ടേ? ഭർത്താവ് എവിടെ പോയി? ഒരു കേസിൽപ്പെട്ട് റിമാൻഡിലാണ്, ജാമ്യം കിട്ടിയില്ല. എന്തായാലും വിശദമായൊരു ചെക്കപ്പ് വേണ്ടി വരും. ആൽബി, എഴുന്നേക്കുന്നേ. ഷാപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയി മിനുങ്ങാം. ഞാനില്ല, നിങ്ങൾ വയ്ക്കാം. നിന്നെ ഒറ്റയ്ക്കാക്കിട്ടോ, അത് ഇങ്ങനൊരു സന്ദർഭത്തിൽ. എന്താണ് വിഷമമെന്ന് ഞങ്ങളോട് പറ. എന്താ വിഷമം? കെട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ഓർത്തിട്ടാവല്ലേ? ഏയ്, അതൊന്നുമല്ല. ഈ നാട്ടിൽ ഞാനാകെ ഒറ്റപ്പെട്ടതുപോലെ, ഒരു തെമ്മാടിയെ നോക്കുന്ന പോലെയാ എല്ലാരും എന്നെ നോക്കുന്നേ. നിന്നെ ഇങ്ങനെയാക്കിയ ആ മുതലാളിയെ പിച്ചി ചീനണോ നിനക്ക്? ഏയ്, അതൊന്നും വേണ്ട. അയാളോടുള്ള കണക്ക്, അയാളുടെ ഫാക്ടറി പഠിക്കൽ അയാളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഞാൻ തീർക്കും. ദിവസം 10 റാത്തൽ ഇറച്ചി ഷാപ്പുകാർ തന്നെ വാങ്ങിക്കും. സ്ഥിരം പറ്റുവരവുകാര് കുറെ പേരുണ്ട്. ചിലരൊക്കെ ഇറച്ചി ആൽബിന്ന് വട്ടപ്പേര് വിളിക്കുന്നുണ്ട്. ആ, വിളിച്ചോട്ടെ. എന്താ മേരി, നീയൊന്നും മിണ്ടാത്തെ? പ്രസവം ഇങ്ങ് അടുത്തു. അതിനെന്താ പേടിക്കാൻ? അതിപ്പോ ആദ്യത്തെ പ്രസവമൊന്നും അല്ലല്ലോ. അതല്ല, എന്താ മേരി, നിന്റെ വിഷമം എന്തായാലും നിനക്ക് ഇച്ചാനോട് പറഞ്ഞൂടെ? അന്ന് രാത്രി മരുന്ന് കൊണ്ടുതരാൻ സമ്മതിക്കാതെ ഇച്ചായനെ പോലീസ് കൊണ്ടുപോയതുകൊണ്ട്
പിറ്റേന്ന് രാവിലെ ആ മരുന്ന് വാങ്ങി കുത്തിവെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുത്തിവെക്കാൻ താമസിച്ചതുകൊണ്ട് ഈ പ്രസവം കുറെ വിഷമം പിടിച്ചതായിരിക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. പുറത്തുനിന്ന് മരുന്ന് വാങ്ങാൻ കുറെ പണം വേണ്ടി വരും അത്ര. എല്ലാ കുത്തിവെപ്പുകളും സമയത്തെടുത്തില്ലെങ്കിൽ തള്ളയും പിള്ളയും കിട്ടൂലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരുമിച്ചൊരു സംഖ്യ ഉണ്ടാക്കാൻ നമ്മൾ എവിടെ പോകും? ഇച്ചാന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഇത്രയും നാൾ പറയാതിരുന്നത്. ഇനിയും പറയാതിരുന്ന എന്റെ കുഞ്ഞും ഞാനും ഇച്ചാന്റെ വിട്ട്. കരയരുത്. കർത്താവ് ഒരിക്കലും എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തില്ല. പണം എങ്ങനെയും ഞാൻ ഉണ്ടാക്കും. ആൽബി ഇറച്ചി കച്ചവടം തുടങ്ങിയ വിവരം ഇന്നലെ അറിഞ്ഞത്. ഇതൊക്കെ മറ്റൊരു സമുദായക്കാരുടെ പണിയല്ലേ? പണിക്ക് അങ്ങനെ ജാതിയും സമുദായമൊന്നുമില്ല. അതെന്തെങ്കിലും ആകട്ടെ. അന്ന് ഞങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഞങ്ങളുടെ കൂടെ 10 കാശുണ്ടാക്കാന്ന്? അങ്ങനെ എന്തോ പറഞ്ഞായിട്ട് ഓർക്കുന്നു. ഇപ്പൊ അമ്പലപ്പുഴയിൽ ഒരു കട ഒഴിപ്പിക്കുന്ന പ്രശ്നം ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇത്തിരി തല്ലും ബലപ്പുറയൊക്കെ വേണ്ടിവരും. ആൽബി ഞങ്ങളുടെ കൂടെ നിൽക്കണം. അങ്ങനെ ഒരാളുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന കാര്യത്തിനൊന്നും ആൽബിയെ കിട്ടില്ല. ബഷീർ, ഇതങ്ങനെയല്ലെന്നേ. 10-25 കൊല്ലം ഒരുത്തൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കടയാ. കുറച്ചു കാലം എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താലാ ഇല്ലെങ്കിലും ആയി. ഇപ്പൊ വാടാക്കാൻ ഇറങ്ങുന്നുമില്ല, വാടകോട്ട് കൊടുക്കുന്നുമില്ല. ഇനി ആൽബി തന്നെ പറ, കടക്കാരന്റെ ഭാഗത്തിലെ തെറ്റ്. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? ഞങ്ങൾക്ക് ആൽബി പോലെ ധൈര്യമുള്ളവർക്ക് മുമ്പിൽ നിർത്താൻ വേണം. വെറുതെ വേണ്ടോ. കട ഒഴിപ്പിച്ച് തരാമെങ്കിൽ തനിക്ക് 1000 രൂപ തരാം. എത്ര? 1000 രൂപ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വരാം. മൊയ്തീനെ അങ്ങനെ ഒഴിപ്പിക്കണ്ടടാ. കടയുടെ മൊയ്തീന് മനസ്സിലുള്ള നായിഞ്ച മോനെ. മൊയ്തീനെ, കയ്യിലിരിക്കുന്ന ആ താക്കോല് മൊയ്തീന്റെ കൈ കൊണ്ട് തന്നെ അയക്ക് കൊടുക്ക്. അയാളുടെ കടയല്ലേ. നായിഞ്ച മോനെ ഞാനടാ. ഞാൻ ആൽബി, നീ കേട്ട് കാണില്ല. താക്കോൽ കൊടുക്ക. വാ. എടി മേരി. ആരാ? എന്നതാ ചേട്ടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലോ? നാട്ടിലെല്ലാരും അറിഞ്ഞില്ലോടി. എന്നതാന്ന് പറ. നിന്റെ കെട്ടിയോൻ അമ്പലപ്പുഴ പോയി തല്ലുണ്ടാക്കിയിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്തൊരുത്തനെ കായലിലെറിഞ്ഞു കൊന്നു. ഇവൻ ഇനി കായലാണോ കടലാണോ എന്റെ കർത്താവേ?
കരയാതെ മോളെ. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ പഠിക്കും. പെണ്ണായി പിറന്നു പോയില്ലേ? ഈ ജന്മം കർത്താവ് എനിക്ക് വിധിച്ചിരിക്കുന്നത് തീരാത്ത കണ്ണീര്. മേരി, ഇച്ചായനെപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മയ്ക്ക് സുഖമായിരിക്കുന്നോ? നീ എന്തിനാ അമ്പലപ്പുഴ പോയി തല്ലുണ്ടാക്കിയത്? അത് അന്യായക്കാരനായ ഒരു കച്ചവടക്കാരൻ. വേണ്ട, അന്യായക്കാരനെ ന്യായം പഠിപ്പിക്കാൻ നിനക്കെന്താ പോലീസ് ഇതുകൊണ്ടാ? എടാ, നിന്റെ ഈ തടിവെടുക്കിന് പിന്നിൽ അപ്പന്റെ അധ്വാനം മാത്രമല്ല, എന്റെ വിയർപ്പുമുണ്ട്. എന്നെ നീ പേടിക്കണ്ട. ഞാൻ വെറും ഒരു പീറ മീൻ കച്ചവടക്കാരൻ. പക്ഷെ കർത്താവിനെ പേടിക്കണോടാ. ഇച്ചായനെ നിർത്തുന്നുണ്ടോ? കർത്താവിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലേ? തല്ലുണ്ടാക്കി ഗുണ്ടാപ്പണം പിരിക്കുന്നതാടാ നീതി. അടയ്ക്കായാൽ മടിയിൽ വെക്കാൻ, അടയ്ക്കാൻ മരമായാൽ എന്ത് ചെയ്യും? ഇനി നീയായി നിന്റെ പാടായി. ഇച്ചായ, മേരി, കുടുംബത്തിന് പേരുദോഷം കേൾപ്പിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നിനും പോയില്ലായിരുന്നു. പക്ഷേ ഒരുമിച്ചൊരു സംഖ്യ ഒപ്പിച്ചില്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചു പോയാലോ എന്ന് ഓർത്തുപോയി ഞാൻ. അതിനായിരുന്നോ? ആ, ഇതാ. എന്താ ഇതാ ഞാൻ പറഞ്ഞ കക്ഷി. ഉച്ച മുതൽ കാത്തിരിക്കുന്ന കരക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആള് കേമനാണെന്ന്. ഇത്രത്തോളം കരുതിയില്ല. ആള് മിടുക്കൽ തന്നെ. ഞാൻ വന്ന കാര്യം പറയാം. പടിഞ്ഞാറ്റേക്കര അമ്പലത്തിന്റെ പ്രസിഡന്റാ ഞാൻ. 2 കരക്കാരും ചേർന്ന ഉത്സവം നടത്താറ് പതിവ്. ഇത്തവണ ഒരു കരക്കാരി ഇടഞ്ഞു നിൽക്കുന്നു, ഉത്സവം നടത്തിക്കില്ലെന്നും പറഞ്ഞു. ബാക്കിയൊക്കെ പറഞ്ഞ് കൊളാക്കാതെ കാര്യം ആൽബി ഏറ്റു. താനാണ് കൊടുത്തേ. ഇത് 1000 ഉണ്ട്. വേണ്ട, ഇത് അങ്ങോട്ട് പിടിക്കാശനെ. ഇനി താൻ ധൈര്യമായിട്ട് വിട്ടെ. ആശന ഏറ്റതാ. ഉത്സവം പൂട്ടി ഭൂരമായിട്ട് നടക്കും. കിട്ടോ? അല്ല, അപ്പൊ പോവില്ലേ? അല്ല, കാശ് വാങ്ങണ്ടായിരുന്നു. ഈ ദൈവത്തിന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അവിടെ പോയി സഹായിക്കാം. ഞാൻ ഇതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ടുവന്ന് അന്നം തട്ടിക്കളയരുത്. ആവതുള്ളപ്പോഴേ 4 കാശുണ്ടാക്കാൻ പറ്റൂ. ഇതിന്റെ എല്ലാത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടെന്നേ. നേരം കളയാതെ ഷാപ്പിലേക്ക് പോകാം. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് സംസാരിക്കാം. അതാണ് ശരി. പോകാൻ പറയടാ. പോവാൻ പറ. അത് കുഴപ്പമൊന്നുമില്ലല്ലേ? നമ്മൾ പൊടി പൊടിക്കും. നീ പോവേണ്ട. എന്റെ പൊന്നു പെങ്ങളെ ദേവിച്ചിട്ടേ പോകൂ. കാര്യം പറഞ്ഞ മനസ്സിലാവൂല. മേരി, മേരി, എന്റെ പൊന്നു പെങ്ങളെ കാര്യം പറഞ്ഞ് നടന്നു വന്നപ്പോ ചെറിയൊരു തലച്ചിട്ടില്. അയ്യോ, കുഴപ്പമൊന്നുമില്ലത്. ഒന്ന് ഉറങ്ങി എണീച്ച ശരിയായിക്കോളും. എന്നാ പറട്ടെ. എന്താ പെങ്ങളെ? നീ വാ, അവൻ പോട്ടെ. അവനെ പാടുന്നേ. എനിക്ക് ഇതിൽ കിടക്കണം. നിക്ക്. കൂട്ടുകാരന് ചുമ്മാ നടന്നു വന്നപ്പോഴാ തലവീട്ടിൽ വന്നതല്ലേ? എന്തായാലും വലിയ അസുഖമാണല്ലോ. നമുക്കൊന്ന് വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയാലോ? മൂക്കറ്റം കുടിപ്പിച്ച് നാളുമില്ലാതെ ചുമന്നോണ്ട് വന്നിരിക്കുക തല ചുറ്റലാന്ന് പറഞ്ഞു. നാടും വീടും ഇല്ലാതെ ഒറ്റത്തടിയെ നടക്കുന്ന നിങ്ങൾക്കൊക്കെ എന്തുവാവാം. നീ നട്ടപ്പാതിലേക്ക് തൊള്ള കയറി കരക്കാരെ ഉണർത്തണ്ട. ഉണരട്ടെ, എല്ലാവരും അറിയണം. പാതിരാത്രിയിൽ കുടിച്ച് വെളിവില്ലാണ്ട് കണ്ടവന്റെയൊക്കെ തോളി തൂങ്ങി പെരയിൽ വന്ന് കയറുന്ന കെട്ടിയവന്റെ മഹിമ. നിന്റെ തന്ത ഉണ്ടാക്കി വെച്ച കാശുകൊണ്ടല്ല, എന്റെ കാശുകൊണ്ടാ കുടിക്കുന്നേ. കുടിക്കുക മാത്രമല്ല, വേണ്ടി വന്ന അതിനപ്പുറവും ചെയ്യും. മനസ്സിലായോ? നീ പോടാ.
അറിയാത്ത ജീവിത യാത്രതൻ വഴി നീളെ മലരല്ല മുനകൂർത്ത മുൾത്തടങ്ങൾ തണലില്ല താങ്ങില്ല തഴുകുന്ന കരമില്ല തളിരണിച്ചാർത്തില്ല വേനൽ മാത്രം ദൂരെ അഴിമുഖത്തിരുളിന്റെ കടലു മാത്രം എവിടെ നിന്നോ വീണ കനലൂതിയുള്ളിലൊരു പക വളർത്തഗ്നി പ്രളയമാക്കി എവിടെ നിന്നോ വീണ കനലൂതിയുള്ളിലൊരു പക വളർത്തഗ്നി പ്രളയമാക്കി വനപുഷ്പനിരകളെ ചാരമാക്കി പ്രാണമരുഭൂമിയിൽ ചുടല നൃത്തമാടി കന്നിമണ്ണിലോ ചോരപ്പുഴയൊഴുക്കി അറിയാത്ത ജീവിത യാത്രതൻ വഴി നീളെ മലരല്ല മുനകൂർത്ത മുൾത്തടങ്ങൾ തണലില്ല താങ്ങില്ല തഴുകുന്ന കരമില്ല തളിരണിച്ചാർത്തില്ല വേനൽ മാത്രം ദൂരെ അഴിമുഖത്തിരുളിന്റെ കടലു മാത്രം അഴിമുഖത്തിരുളിന്റെ കടലു മാത്രം എവിടെ സമാധാനം എവിടെയാ സാന്ത്വനം എവിടെയാണർത്ഥമെന്നറിയുവോളം എവിടെ സമാധാനം എവിടെയാ സാന്ത്വനം എവിടെയാണർത്ഥമെന്നറിയുവോളം നിലതെറ്റിമിഴി പൊത്തി അന്ധകാരത്തിന്റെ പടുവഴിത്താരകളിലോടിയെത്തി ഒടുവിൽ നീ നിത്യമായെന്തു നേടി ഒടുവിൽ നീ നിത്യമായെന്തു നേടി എന്തു നേടി ഈ പത്രവാർത്തകളൊന്നും താൻ വായിച്ചില്ല എന്നുണ്ടോ? വായിച്ചു സാർ. ഇരിക്കടോ സാർ. പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നു, പോലീസ് ആൽബിക്ക് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയല്ലേ എഴുതി വച്ചിരിക്കണത്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ ഉരക്കില്ലടോ. അങ്ങനെ സംഭവിക്കരുതെന്നാണ് സാർ എന്റെയും ആഗ്രഹം. പിന്നെ എന്താണാവോ അവനെ പൊക്കാൻ ഇത്ര താമസം? അവന്റെ വിളയാട്ടം അങ്ങോട്ട് അവസാനിപ്പിക്കണം. എടോ, രാവണനെ വെള്ളം കുടിപ്പിച്ച ബാലിയുടെ കഥ അറിയുമോ എനിക്ക്? പോയിട്ട് അത്യാവശ്യമുണ്ട് സാർ. പോകാൻ പറഞ്ഞില്ല സാർ. കഥ പറഞ്ഞു തുടങ്ങുന്നു. കഥ പറയണില്ല സാർ. 48 മണിക്കൂറിനുള്ളിൽ ആൽബിയെ കസ്റ്റഡി എടുക്കണമെന്ന IG-യുടെ കൽപ്പന. തനിക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരണോ? അവനിപ്പോ പഴയ ആൽബി ഒന്നും അല്ല സാർ. പല വമ്പന്മാരുടെ സ്വാധീനവും ഒത്താശയൊക്കെ ഇപ്പൊ അവനുണ്ട്. ശരിയായിരിക്കാം, പക്ഷേ I want that notorious criminal as early as possible in our custody. എന്നാടി പൊറുതി ഇങ്ങോട്ട് മാറ്റിയത്? പങ്കജാശിന് ഇവിടെ വരാൻ അറിയില്ലെന്ന് കരുതിയോ നീ? അവൻ എപ്പോഴാണ് ഇവിടെ വന്നിട്ട് പോയത്? വന്നില്ലേ മോനെ, കർത്താവിനാണ് വന്നില്ല. അവൻ അവസാനമായി വന്നത് എന്താണ്? എനിക്ക് ഓർമ്മയില്ല. അവൻ ഇവിടെ രഹസ്യമായി പണം എത്തിക്കാറുണ്ടോ? ഇല്ലേ മാന്നി, ഈ വയസ്സുകാലത്ത് ഞാൻ പോയി പണിയെടുത്തുകൊണ്ട് വരുന്ന കാശ് കൊണ്ട് ആ വെള്ളം കുടിച്ച് കിടക്കട്ടെ. തനിക്കറിയാൻ കഴിയും. പറയടൂ, എവിടെയാ തന്റെ മരുമോന്റെ ഒളിത്താവളം? എനിക്ക് അറിഞ്ഞൂടെ മാന്നി. എടൂ, ഞാനൊരു 50 രൂപ തരും. പറ, ആൽബി എവിടെയുണ്ട്? സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടെ മാന്നി. മിണ്ടിപ്പോകരുത്. ആൽബി, ആൽബി, നീ അറിഞ്ഞോ? നിന്നെ തിരക്കി CI പങ്കജാക്ഷൻ നിന്റെ വീട്ടിൽ ചെന്നു. നിന്നോട് കടുത്ത പകയുള്ളവനായാല് നീ സൂക്ഷിക്കണം.
ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ആഹാ, കയ്യിലൊരു പുതിയ ഉണ്ടല്ലോ. ഭാര്യയ്ക്കും മക്കൾക്കുള്ള ആഹാരമായിരിക്കും. ഒരു കാര്യം ചെയ്, അതിനിത്തിരി വിഷം കൂടെ ചേർത്ത് ഭാര്യയ്ക്കും മക്കൾക്കും എനിക്കില്ല. നീ എവിടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാത്തതിന് എന്റെ ആടി വയറ്റിലിട്ടൊരു ചവിട്ടായിരുന്നു. അതിലെനിക്ക് വിഷമമില്ല. പക്ഷേ ഒരപ്പന്റെ മുന്നിൽ വെച്ച് മകളോട് പറയാൻ പാടില്ലാത്തത് അവൻ മേരിയോട് പറഞ്ഞു. വേണ്ട, അപ്പച്ചനെ ഞങ്ങൾക്ക് പേടിയാ. അപ്പച്ചനാളെ കൊല്ലുവോ? ഈ നാട്ടിൽ ഉറങ്ങാത്ത കുഞ്ഞുങ്ങളെ അമ്മച്ചിമാർ ഉറക്കുന്നത് ഇറച്ചി അൽബി വരുന്നതിന് പേടിപ്പിച്ചിട്ടാ. എനിക്കും സ്വന്തം കുഞ്ഞുങ്ങളെ ഇറച്ചി അൽബിയുടെ പേര് പറഞ്ഞു വേണം ഉറക്കാൻ. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാതായപ്പോ എനിക്ക് ആരോടൊക്കെയോ പക തോന്നി. മുതലാളിയോട്, വർഗീസിനോട്, SIയോട്, ഈ സമൂഹത്തോട്. എത്ര പെട്ടെന്ന് എന്റെ മനസ്സും ബോധവും മരവിച്ചത്. തൊമ്മിയും കൂട്ടരും പറഞ്ഞതൊക്കെ അനുസരിച്ച് ആരെയൊക്കെയോ വെട്ടി, കുത്തി, കൊള്ളയടിച്ചു. എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ എന്നെ തന്നെ മറന്നുപോയി മേരി. മേരി, മേരി. ലാത്തി ഉയർത്തിയ പോലീസുകാരൻ പറഞ്ഞത് എന്താണെന്നറിയോ? തല്ലാൻ മാത്രമല്ല, അതിന് വേറെ ഉപയോഗമുണ്ടെന്ന്. എന്താ പറഞ്ഞത്? ആൽബിയെ കിട്ടിയില്ലെങ്കിൽ അയാളുടെ കൈക്കരുത്ത് മാത്രമല്ല, എല്ലാ കരുത്തും ഞാൻ അറിയുന്നു. കൊന്നും കൊല വിളിച്ചു. പോയിക്കോ, പോയി കൊന്നോ. എന്നിട്ട് എന്നെ പിള്ളേരും പറയാതാക്കിക്കോ. ഇത്രയും നാള് കൊലവിളി നടത്തി എന്ത് നേടി? ഒരാള് തിരിഞ്ഞു നോക്കാത്ത അനാഥമായ ഒരു കുടുംബത്തെയോ, അതോ നാട് വിറപ്പിക്കുന്ന ഒരു വാടക കൊണ്ടൊരു ഭാര്യ എന്ന പദവിയോ? എന്ത് വേണമെങ്കിലും അയക്കോ, എവിടെ വേണമെങ്കിലും പോയി ആരെ വേണമെങ്കിലും കൊന്നു. അവസാനമായി എനിക്കൊരു ഉപകാരം ചെയ്തിട്ട് പോയിക്കോ. എന്നെ എന്റെ പിള്ളേരെ കൊണ്ടാക്കി. സാർ, ഇറച്ചി ആൽബി കാണാൻ വന്നിരിക്കുന്നു. വിളിക്കുക. ഇറച്ചി ആൽബി? അതേ മനെ, ഞാൻ കീഴടങ്ങാൻ വന്നതാ. തന്റെ പക്കൽ തോക്കോ ബാമ്പോ കഠാരയോ മറ്റോ ഉണ്ടോടോ? ഒന്നുമില്ലേ മനെ, വേണേ പരിശോധിക്കാം. അജാനുബാഹു എന്നങ്ങടെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. ഇരിക്കുക. വേണ്ട മനെ, ഞാൻ നിന്നോളാം. താനിരിക്കണോ? സത്യം പറയാലോ, ഇറച്ചി ആൽബിന്ന് കേൾക്കുമ്പോ ഉള്ളിലൊരു ആന്തലായിരുന്നു. ഞാൻ ശുദ്ധ ബ്രാഹ്മണനാണേ. ഇല്ലത്തില് 2 പെൺകുട്ടികളാ. തനിക്ക് എത്ര മക്കളാ? 3 പേര്.
2 പ്രസവത്തിൽ 3 മക്കള് അല്ലേ? അതെ. തന്റെ ഭാര്യ രണ്ടാമത് പ്രസവിച്ചതും ഇരട്ടകളാണെന്നൊക്കെ ഉള്ള വാർത്ത പത്രത്തിൽ വന്നടോ. എനിക്ക് മുറുക്ക് കലശല. വെറ്റില ചെല്ലവും കോളാമ്പി ഇടവും വലവും വേണം. താൻ മുറുക്കുവോ? ഇല്ല. പിന്നെന്താ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ കീഴടങ്ങാൻ തീരുമാനിച്ചേ? കൊള്ളയും കൊലയൊക്കെ മടുത്തേ മാനെ. ഇനി ഭാര്യ മക്കളെ നോക്കി സമാധാനമായി കഴിയണം. താൻ വാൽമീകിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലേ മാനെ. നസ്രാണിക്ക് എന്തോന്ന് വാൽമീകി. എന്നാ കേട്ടോളൂ. കാട്ടാളനും പിടിച്ചുപറിക്കാരനുമായിരുന്നു വാൽമീകി. ഒടുവിൽ ഒരു സംഘം മഹർഷിമാരുടെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ട അദ്ദേഹം പിന്നീട് മഹാനായത്. അതുപോലെ കീഴടങ്ങിക്കഴിഞ്ഞുള്ള ജീവിതത്തിൽ താനും മഹാനാവണം. എനിക്കൊരു അപേക്ഷയുണ്ടേ മാനെ. എന്താ? പോലീസുകാരെ കൊണ്ട് എന്നെ തല്ലിക്കരുത്. തല്ലിയ ഞാൻ തിരിച്ചു തല്ലിപ്പോവും. അങ്ങനെ ശീലിച്ചു പോയാ മാനെ. കൊള്ളാമല്ലോ. ഇനി ആ ശീലമൊക്കെ കളയണം. തന്നെ ഇനി ആരും തല്ലില്ല. കോടതിയിൽ ഹാജരായെങ്കിൽ മാത്രമേ തന്റെ കീഴടങ്ങൾ പൂർണ്ണമാകുന്നുള്ളൂ. ശരിയാ മാനെ. എന്നാ ഞാൻ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഇയാൾ ആ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തിക്കോളൂ. സർ. പിന്നെ താൻ എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങിയ സ്ഥിതിക്ക് നന്നാവാനുള്ള ഒരു അവസരം ഞാൻ തനിക്ക് തരണു. തന്റെ പേരിലുള്ള കേസുകൾ ഞാനൊന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ താൻ എന്റെ പ്രതീക്ഷകൾ തെറ്റിക്കരുത്. ശരി. എന്താ? എന്തായാലും തീരുമാനം നന്നായി. ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു തലവേദന തീർന്നു. കീഴടങ്ങിയത് തമ്പുരാൻ സാറിന്റെ മുന്നിലായത് രക്ഷ. പോകാം. SP അദ്ദേഹം പറഞ്ഞത് ഷടപ്പ്. എന്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രതി കീഴടങ്ങിയാൽ കോടതിയിൽ ഹാജരാക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. സർ. വാ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? എടോ, താൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം? താൻ ഈ അട്ടഹാസം മുഴുവൻ മുഴക്കിയിട്ട് അവന് ജാമ്യം കിട്ടിയില്ലേ? അവന്റെ കീഴടങ്ങളോട് എല്ലാം കെട്ടണങ്ങിയാനെ. SP ഇതിൽ ഇടപെടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിക്കണമായിരുന്നു, താൻ ബുദ്ധിമാനായിരുന്നെങ്കിൽ. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. അവൻ പുറത്തിറങ്ങി നടക്കുന്ന ഓരോ നിമിഷവും നമുക്കെല്ലാം ആപത്താണ്. ഞാൻ വിചാരിച്ചാൽ ഇനി അവനെ പെട്ടെന്ന് കസ്റ്റഡി എടുക്കാൻ കഴിയില്ല. കാരണം അവന്റെ പേര് ഇപ്പൊ ഒറ്റ കേസ് നിലവിൽ അത് തന്നെ. ഇനി വ്യക്തമായ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ എന്തെങ്കിലും നടപടി എടുത്താൽ എന്റെ തൊപ്പി തെറിക്കും. എന്ന് വെച്ചാൽ തനിക്കൊരു പരാതി വേണം അല്ലേ? എന്തോടി കിടന്ന് മൂങ്ങുന്നത്? എന്താടി നിന്റെ അപ്പൻ ചത്തോ? നാട്ടുകാരുടെ മുന്നിലൂടെ കെട്ടിയവനെ പോലീസ് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ട ഒന്ന് കഴിയാനും പോലും പാടില്ലേ? കൊന്നോ? ഇതിലും ഭേദം അതാ. ആരാ പാതിരാത്തേക്ക്? വെളിയിൽ ഇറങ്ങി വരാൻ പറഞ്ഞത്. കളിച്ച് കളിച്ച് നേതാക്കന്മാർ തുടങ്ങണം കളി. ഇനി എന്റെ ദേഹത്ത് തൊട്ടാ പാതിരാത്രി വീട്ടിൽ കയറി വന്ന് എന്തായി കാട്ടണേ? വണ്ടിയിലെത്തി ഡ്രൈവറെ
അതിന്റെ മോനെ എല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം ഉണ്ടച്ചോ. ജീവിക്കാനൊരു മോഹം തോന്നുന്ന പോലെ. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ പിറന്നു വീണ മനുഷ്യന് കുറ്റങ്ങളും തെറ്റുകളും ചെയ്യാൻ അറിയില്ലായിരുന്നു. പിന്നാലെ കൂടി ചെലുത്താൻ അരുതാത്തൊക്കെ ചെയ്യിച്ച് അവരെ കുറ്റവാളികളാക്കിക്കൊണ്ടിരിക്കുന്നു. നീ നിന്നെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നിന്നിലുള്ള പാപക്കറ ദൈവം കഴുകിക്കളയും. നിന്നിലെ നല്ല മനസ്സിനെ തളർത്താതെ വളർത്തി വലുതാക്കും. എല്ലാരും പറഞ്ഞച്ചോ ഇറച്ചി അൽവി ചത്തെന്ന്. നേരാ, ഇറച്ചി അൽവി ചത്തു. ഈ തിരുരൂപത്തിന്റെ മുന്നിൽ നിന്ന് അച്ഛനെ സാക്ഷിയാക്കി പറയുന്നു, പച്ചയിറച്ചിക്കും ചോരമണത്തിനും വേണ്ടി ഈ കൈകൊണ്ട് ഇനി ആരെയും ഞാൻ ദ്രോഹിക്കില്ല. ഹലോ, ഞാനാ. മുതലാളി ഒരു വിശേഷം അറിഞ്ഞോ? എന്താ വിശേഷം? നമ്മുടെ സഖാവ് വർഗീസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നേരോ? എന്തിന്? പാർട്ടി വിരുദ്ധ പ്രവർത്തനം, കൈക്കൂലി, അങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാർട്ടിയിൽ കാര്യമായ ഒരു പിളർപ്പിനും സാധ്യതയുണ്ടത്രേ. അവന്മാരൊക്കെ പിളർന്ന് ഛിന്ന ഭിന്നമാവട്ടെ, നമുക്കത്രയും ഗുണം. പുതിയ പാർട്ടി തന്നെയാണ് എന്റെയും മനസ്സിൽ. പക്ഷേ ആദ്യ ചുവടാണല്ലോ പ്രധാനം. ജനങ്ങളെ ഇളക്കി മറിക്കാൻ പറ്റിയ ഒരു ഡ്രം കാർഡ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ സധൈര്യം ഇറങ്ങാം. ഒക്കെ തിരിക്കുന്ന കുഞ്ഞിനെ ആരെങ്കിലും തൊട്ടിൽ തേടാറുണ്ടോ? താൻ തട്ടിക്കളഞ്ഞ ആ ജേക്കബില്ലേ, അവനെ ഒന്ന് തോണ്ടിയത്. അത് തന്നെ ഡ്രം കാർഡ്. അത് കലക്കി. ഇനി ഞാൻ പുഷ്പം പോലെ കളിച്ചു കയറും. ഇതൊരു നിമിഷം പോലും കളയാനില്ല. എന്താ മുതലാളി ഒരു ആലോചന? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് താൻ കേട്ടിട്ടില്ലേ? വെട്ടും കൊലയൊക്കെ നിർത്തി ഇപ്പൊ മീൻ കച്ചവടം തുടങ്ങിയോ? മീനിന്റെ അടി കമ്പിപ്പാരയും കടാരിയൊക്കെ കാണുമായിരിക്കും.
തലതിരിഞ്ഞവൻ. അവൻ എന്തെടുത്താലും നേരെയാവാൻ പോകുന്നില്ല. മീനേ 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 ആൽബി, മീനൊക്കെ കായലിൽ തട്ടിയോ? ആ, ഇറച്ചി ആൽബിയുടെ മീൻ ആർക്കും വേണ്ട. ആൽബി എല്ലാവർക്കും ഭയവും അറപ്പുവാ. ആൽബി, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പറഞ്ഞിട്ടുള്ളൂ ഗുണ്ടാപ്പണിയാ. എന്താ നാളെ മുതൽ ഞങ്ങളോടൊപ്പം കൂടുന്നോ? ഇല്ല, പട്ടിണി കിടന്നാൽ ഇനി ആ പണിക്ക് ഞാനില്ല. ശരി. ആ തുമ്മി, ഒരു 50 രൂപ കടം തരുമോ? തരാലോ. മതിയോ? ആ മതി. എന്നതായാലും ഇറച്ചിയാൽബിയുടെ പേര് പറഞ്ഞ് ഞാൻ ഇന്നും പണം ഉണ്ടാക്കുന്നത്. ആ കീർത്തം മറക്കരുതല്ലോ. പണം വേണേല് ഇനിയും ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ. ശരി. അപ്പച്ചൻ വന്നു. ഇത് മക്കൾക്ക്. ഇതെന്താ അപ്പച്ചാ? അരി സാധനങ്ങൾ. അപ്പൊ കെട്ടിയോൾക്കൊന്നും വാങ്ങിയില്ല അല്ലേ? നിനക്ക് വാങ്ങിച്ചു. ലേഹ്യം. ബാക്കി രൂപ. മീൻകച്ചവടം നല്ലോണം നടക്കുന്നുണ്ടല്ലേ? ആ, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ? മീൻ വാങ്ങുന്ന പെണ്ണുങ്ങൾക്കൊക്കെ എന്നോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാ. ചട്ടം പിത്തരം നിർത്തി പണിക്കിറങ്ങിയത് നന്നായി എന്ന എല്ലാവരുടെ അഭിപ്രായം. കർത്താവേ, നീ എന്റെ വിളി കേട്ടു. വാ. എന്താ? അതൊന്നും സാരമില്ല, അതങ്ങനെ കിടക്കും. നീ വാ. മീനേ, മീന് 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 മീനേ. ഞമ്മളെ പിടിയിട്ടോടാ. ഈ അമ്പലപ്പുഴ പീടിയെന്ന് കൂടിയിറക്കി വിട്ട മൊയ്തീനാ. എല്ലാ പത്തിയും മടക്കി ഒടുക്ക ഈ ചമ്പക്കൊട്ട എടുത്തല്ലടാ. കള്ള സുബറെ പാടത്തോടെ എടുപ്പിച്ചാടാ എന്നെ കൊണ്ട്. നായിഞ്ച മോനെ, അന്നെ കൊറേ കാലമായി നമ്മൾ തെരഞ്ഞെടുക്കാനും പഴയ ഒരു കണക്ക് തീർക്കാൻ. മൊയ്തീനെ, ഞാനിന്ന് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുക. എന്നെ ഉപദ്രവിക്കരുത്. അടിയും വെട്ടും കുത്തും ഒക്കെ ഞാൻ നിർത്തിയിരിക്കുക. ഈ നിർത്തിയോർത്ത് നമ്മൾ തുടങ്ങണ നമുക്ക്. എന്റെ കച്ചവടം മുടക്കിയ ഇയും പഴക്കണ. മൊയ്തീനെ, വേണ്ട. ഞാൻ മര്യാദയ്ക്ക് പറയാ. എന്റെ ജീവിതം മുട്ടിക്കരുത്. മുട്ടിച്ച എന്തിയടാ ഹിമാറെ? എന്തിയടാ എന്തിയടാ ചെയ്യടാ? എന്താ ചെയ്യ നീ? മൊയ്തീനെ വേണ്ട. എന്താ ചെയ്യ നീ? എന്താ ചെയ്യ നീ? എന്താ ചെയ്യ നീ? വേണ്ട. എന്താ ചെയ്യ നീ? എന്താണ് അവിടെ വേണം? നീ വീണ്ടും പിടിച്ചു പറയാൻ അക്രമം തുടങ്ങിയടാ? ഇല്ല മോനെ, ഞാനൊന്നും ചെയ്തില്ല. ഇയാളെ എന്നെ ഉപദ്രവിച്ചത്. നല്ല നടപ്പ് ജാമ്യമാണെന്ന് മറക്കരുത്. ആ സർക്കിളേമാ നിന്നെ നോക്കി നടക്കുക. അങ്ങയുടെ കണ്ണുംപെട്ടെങ്ങാനും ചെന്ന് ചാടുന്ന നീ. പോടാ പോടാ പോ. എന്താണ് അവിടെ നോക്കിക്കുന്ന? മാറിക്കണ അങ്ങോട്ട്. മാറിക്കണ, പോടാ അങ്ങോട്ട്. മാറ് മാറ്. ഇന്നെന്തത്ര നേരത്തെ? ഇന്ന് നേരത്തെ മീൻ വിറ്റ് തീർന്നു. മണി 12 അടിച്ചപ്പോ മീൻ കുട്ട കാലി. ഓ, അപ്പൊ പെണ്ണുങ്ങളൊക്കെ മത്സരിച്ച് മീൻ വാങ്ങുന്നുണ്ടാവും. ആ പിന്നെ, വഴിവക്കത്തൊക്കെ ആൽബിയുടെ മീനും പ്രതീക്ഷിച്ച് പെണ്ണുങ്ങളെ കൂട്ടാ. ചിലരൊക്കെ കടവും വാങ്ങുന്നുണ്ട്. ജോസഫ് ചാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. മീൻ കച്ചവടം ആയാൽ കുറെ കടമൊക്കെ വരുമെന്ന്. ചൊക്കം പണം ഒരുപാട് കിട്ടിയോ? ആ, കിട്ടി. പിന്നെന്താ ഒന്നും വാങ്ങാത്തത്? ഇനി നാളെ വാങ്ങാം.
സൈക്കിളിൽ മീൻ കൊട്ട കാണുന്നില്ല, അതും കായലിൽ തട്ടിയോ? ഇച്ചായന് നന്നായി അഭിനയിക്കാനും അറിയാലോ. വിൽക്കാത്ത മീനൊക്കെ കായലിൽ തട്ടിയച്ച് ആരോടെങ്കിലും പണം കടം വാങ്ങിയിട്ടല്ലേ വരവ്. എന്തിനാ ഇച്ചായ എന്നോട് കള്ളം പറഞ്ഞത്? നിനക്ക് ഞാൻ ഒരുപാട് വേദന തന്നില്ല മേരി. കുറച്ച് ദിവസമെങ്കിലും നീ ഉള്ളു തുറന്നൊന്ന് ചിരിക്കുന്നത് കാണാൻ വേണ്ടിട്ടാ. എന്റെ ആരും മീൻ മേടിക്കില്ല മേരി. അഥവാ പിള്ളേരാരെങ്കിലും മേടിക്കാൻ വന്നാ തള്ളമാര് പിടിച്ചു വലിച്ചോണ്ട് പോവുക. എന്തിന്? ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഇച്ചായം പോലും മുഖം തിരിച്ചൊറ്റ പാച്ചില. ഒന്നെനിക്ക് മനസ്സിലായി, വെട്ടും കുത്തും തൊഴിലാക്കിയവനെ ഒന്നും ആരും സ്നേഹിക്കുകയും വിശ്വസിക്കുകയില്ല. ഒരു തൊഴിലും ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പന്റെ വലയും തൊഴിയും കുടുംബത്തുണ്ട്. തിരികെ ഒറ്റമശ്ശേരി പോയി തൽക്കാലം ഒരു വള്ളം വാടകയ്ക്കെടുത്ത് നേരെ കടലിലേക്ക് പോകും. എന്താ മേരി, കരയിൽ പോയി മീൻ വിറ്റാലും കടലിൽ പോയി മീൻ പിടിച്ചാലും വിളിക്കേണ്ട സമയത്തെ കർത്താവ് വിളിക്കൂ. കടലമ്മ നമ്മളെ ചതിക്കില്ല. എന്നെ കെട്ടിയതിന് ശേഷം ഇച്ചാന് തുറന്നെടുപ്പും കഷ്ടകാലം ഒക്കെ തുടങ്ങിയത്. ഞാനൊരു ശപിക്കപ്പെട്ടവള. എന്താ എന്താ പറഞ്ഞേ? ശപിക്കപ്പെട്ടവളെന്നോ? അല്ല, നീ എന്റെ എല്ലാം. ഒക്കെ പൊടിയരിച്ചിരിക്കുക, വൃത്തിയാക്കി എടുക്കണം. ഓ, ഗ്രേസിയും കെട്ടിയവനും വരാറുണ്ടോ അമ്മച്ചി? ഇടയ്ക്കൊക്കെ. നാളെ മുതൽ ഞാൻ കടലിൽ പോവാ. അമ്മച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ഒരുപാട് വേണ്ടാധീനങ്ങൾ ചെയ്തു കൂട്ടിയവനാ നീ. എന്നും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു വേണം കടലിൽ പോവാൻ. കർത്താവിനെ മാത്രല്ല, കടലമ്മയും. ശരി അമ്മച്ചി, ഞാൻ പോട്ടെ. ബഹുമാന്യരായ നാട്ടുകാരെ, സഖാവ് ജേക്കബ് സ്മാരക മന്ദിരം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു അഭിലാഷമാണ്. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച കപട നേതൃത്വത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന സഖാവ് വർഗീസ് ജേക്കബ് സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നാളെ വൈകിട്ട് 5 മണിക്ക് നിർവഹിക്കുന്നു. ആ മഹത്തായ ചരിത്ര നിമിഷത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. നീ എന്നാ ആൽബി അപ്പന്റെ തൊഴിലിലേക്ക് ഇറങ്ങിയോ? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. ഞാനതെല്ലാം നിർത്തി. നന്നായി, വളരെ നന്നായി. ആൽബി, നീ നന്നാവണം. അതിന് നിനക്ക് എന്റെ സഹായം എന്തെങ്കിലും വേണോ? ചോദിച്ചാ മതി. ഒന്നും വേണ്ട. കടലമ്മയുടെ കഴിവുണ്ടായാൽ ആൽബി ജീവിക്കും. ആൽബിക്ക് പ്രത്യേക ക്ഷണം കാണുമായിരിക്കും ഇല്ലേ? എന്തിന്? അനിയന്റെ പേരിലുള്ള സ്മാരക മന്ദിരം അല്ലേ? സ്മാരക മന്ദിരം. ഈ കോലാഹലങ്ങളൊക്കെ വെറും രാഷ്ട്രീയ ജാടകളാണെന്ന് എനിക്കറിയാം. മുതലാളിയും കൂടെ ഒത്തുചേർന്ന് നടത്തുന്ന കൂത്തല്ലേ ഇത്? എനിക്ക് ഇതിന് ഒരു പങ്കുമില്ല. വർഗീസുമായിട്ടുള്ള അടുപ്പം ഞാൻ അന്നേ പഠിച്ചു. ആൽബി, അയാളൊരു നന്ദി കെട്ടവനാണ്, കൂടെ നിന്ന് ചതിക്കുന്നവൻ. അയാളെ മനസ്സിലാക്കാൻ ഞാൻ വളരെ വൈകി. എന്നോടെന്തിന് ഇതൊക്കെ പറയണം? നീയും ചിലതൊക്കെ മനസ്സിലാക്കാനുണ്ട്. അന്ന് തൊഴിലാളി സമരം പൊളിക്കാൻ വർഗീസ് എന്റെ കയ്യിൽ നിന്നും വൻതുക കൈക്കൂലി വാങ്ങി. അതറിഞ്ഞപ്പോ നിന്റെ അനുജൻ അയാളെ ചോദ്യം ചെയ്തു. ജേക്കബ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാകുമെന്ന് കണ്ട് ആ ദുഷ്ടൻ അവനെ കൊന്നതാണ്. എനിക്കറിയാം. നിനക്കറിയാമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ അവൻ ചെയ്യാൻ പോകുന്ന അതല്ല. നിന്റെ അനിയന്റെ രക്തത്തിൽ ചവിട്ടുകയെന്ന് വളരാൻ ശ്രമിക്കുകയാണ്. നീ കേട്ട് കാണും, കൊന്നവൻ തന്നെ ചത്തവന്റെ ചോര വിറ്റ് കാശാക്കുകയെന്ന്. വർഗീസ് ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാണ്. ഈ സ്മാരക മന്ദിരത്തിന്റെ കാര്യം തന്നെ. ഇനി നീ തീരുമാനിക്ക് എന്ത് വേണമെന്ന്. ആ അതെ, സൂക്ഷിക്കണം. പരിപാടി കലക്കാൻ അവർ പലതും ചെയ്തെന്നിരിക്കും. ഓക്കെ. ഇതാര്? ആൽബിയോ? കൊള്ളാം. നാളെ രാവിലെ നിനക്ക് ആളയക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തിന്?
ഇതെന്തൊരു ചോദ്യം? നാളെയല്ലേ ശിലാസ്ഥാപനം? ആൽബി, ആ കല്ല് നിന്റെ ഈ കൈ കൊണ്ട് തന്നെ വേണം എടുത്തു തരാൻ. നീ വീട്ടിലുണ്ടായിരുന്നാ മതി, വൈകിട്ട് കാർ അവിടെ എത്തും. സഖാവ് അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. ആൽബി, നീ എന്താ ഈ പറയുന്നേ? സ്മാരകം നിന്റെ അനുജന്റെ അല്ലേ, നമ്മുടെ അനുജന്റെ. അതേടോ, പക്ഷേ എന്റെ അനുജന്റെ ശവകുടീരത്തിൽ ചവിട്ടി എന്ന് വളരാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ആൽബി, ഞാൻ പറയുന്നു. വേണ്ട. ഈ നാട്ടിൽ ഞാൻ കാലുകുത്തിയപ്പോ എനിക്കൊരു പണി വാങ്ങി തന്നവനാണ് താൻ. പിന്നെ കർത്താവിന്റെ മുന്നിൽ ഈ കൈകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കില്ലെന്ന് സത്യം ചെയ്ത ശേഷമാണ് ജേക്കബിന്റെ യഥാർത്ഥ കൊലയാളി നീയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ജീവിക്കുന്നതും. പക്ഷേ ഇപ്പം താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ചെകുത്താൻ പോലും നിരക്കാത്തതാണ്. ആൽബി, വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. നിന്നെ പോലെ പേ പിടിച്ച രാഷ്ട്രീയ തെരുവ് നായികൾക്ക് രക്തസാക്ഷിയാക്കാൻ എന്റെ അനുജനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നീ തന്നെയാണ്. ഉറങ്ങിയില്ലേ? നാളെ കടലിൽ പോണ്ടതല്ലേ? പേടിക്കണ്ട, കർത്താവ് ഒന്നും വരുത്തൂല. എന്താ പറ്റിയേ? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു. പറ, എന്താ പറ്റിയേ? ഒന്നുമില്ല. ശരി, എന്നോട് പറയാൻ പറ്റാത്തത് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇടവകയിൽ എന്തോ ആപത്ത് നടന്നു തോന്നുന്നു. ആരെങ്കിലും മരിച്ചതാണോ? ആയിരിക്കും. മേരി, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നീയും കുട്ടികളും. സത്യം പറ, എന്താ പറ്റിയത്? എന്നിൽ നിന്ന് എന്തോ മറിക്കുന്നു. എനിക്കതിപ്പോ അറിയണം. സത്യം പറ. അതൊന്നുമില്ല മേരി, ഞാൻ ഒരു ദുസ്വപ്നം കണ്ടതാ. നല്ല ആളാ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കിടന്നുറങ്ങാൻ നോക്ക്, നാളെ കടലിൽ പോണ്ടേ? വർഗീസിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കട്ടെ സാറേ. അപ്പൊ കൃത്യം ചെയ്യൽ മാത്രമേ നമ്മുടെ അധികാരപരിധിയിൽ വരികയുള്ളൂ അല്ലേ? പങ്കജാക്ഷം പിള്ളയെ എനിക്കറിയാം, എന്നെ തനിക്കും. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കുമ്പോ ചത്തവന്റെ ചരിത്രം കൂടി ഒന്ന് പഠിക്കണം സാറേ. ഇനി അവനെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ തന്നെ അവന് സ്തുതി പാടാൻ സാറിനും കൂടാം. ത്രിമൂർത്തികളിൽ ഒരുത്തം പോയപ്പോ സഹിക്കുന്നില്ലല്ലേ? ഇനി അഥവാ ആരെങ്കിലും കൊന്നതാണെങ്കിൽ തന്നെ അതിന് തക്ക കാരണവും ഉണ്ടാകും സാറേ. ഒച്ച വയ്ക്കണ്ട. പിന്നെ ഞാൻ അവനെ കൊന്നു എന്നതിന് തെളിവും കൊണ്ട് എന്റെ പഠിക്കൽ വന്നാൽ അപ്പോൾ തനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പോട്ടെ.
വേണ്ട, എന്നെ പഴയ ഇറച്ചിയാൽ ആക്കരുത്. കർത്താവിന്റെ മുന്നിൽ ഇനി ആരെയും ദ്രോഹിക്കില്ലെന്ന് സത്യം ചെയ്ത ഈ കൈകൊണ്ട് തന്നെ പാവങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള നിന്റെ ഈ കൈ സ്നേഹം തേന്മഴ പോലെ കൈമണി തെന്നൽ പോലെ ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ, ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണി തെന്നൽ പോലെ ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. അഭയം നൽകുന്ന തണലെവിടെ, ആശ്രയമരുളുന്ന മൊഴിയെവിടെ, അന്നം കൊടുക്കുന്ന തപസ്സെവിടെ, അക്ഷരം നൽകുന്ന മനസ്സെവിടെ, ആ മൊഴിക്കുള്ളിൽ വാഴുന്നു ദൈവം ആനന്ദരൂപനായി, ആ മനസ്സിന്റെ പേരായ ദൈവം ആത്മീയനാഥനായി, സ്നേഹമാകുന്നു ദൈവം. ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണി തെന്നൽ പോലെ ദാഹവേനൽ തീയെരിയും
തണ്ണീർ പന്തൽ പോലെ. ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ. ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ തൈമണി തെന്നൽ പോലെ. ദാഹവേ